ഹലോ HSAയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഒരു 2 വീക്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു വെച്ച HSA ഷുവർ ഷോട്ട് സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡാണ് ഇന്ന് കാണാൻ നിങ്ങൾ പോകുന്നത്. നാഗമണ്ഡല എന്ന് പറയുന്ന പ്ലേയിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ സിലബസ് അപ്ഡേഷൻ ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന മാസമാണ് ജാനുവരി. അതിന്റെ ആശങ്കകളൊക്കെ ഇങ്ങനെ എയറിലുണ്ട് എന്നറിയാം. എങ്കിൽ പോലും നമുക്ക് ലഭ്യമായിരിക്കുന്ന സിലബസ് പ്രോപ്പർ ആയിട്ട് നിലവിൽ നിങ്ങൾ പഠിക്കണം. അതല്ലാതെ സിലബസ് മാറിയിട്ടേ ഞങ്ങൾ പഠിക്കൂ എന്ന് പറഞ്ഞ് ഇരുന്നാൽ അത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കും. അതുകൊണ്ട് അസച്ച് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സിലബസ് വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് പഠിക്കാം. സിലബസ് മാറിയാലും 50% റിട്ടൻഷൻ വെച്ചിട്ട് തന്നെ മാറത്തോളൂ എന്നാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് ക്ലിയർ ആവുന്നത് വരെ നിലവിലത്തെ സിലബസ് തന്നെയാണ് നമ്മൾ പഠിക്കാൻ എടുക്കേണ്ട അടിസ്ഥാനമായ ആ ഒരു നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. നാഗമണ്ഡല കുറച്ച്, അതായത് മേഘ്ബത്ത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും പോയം പഠിക്കുന്നത് പോലെയോ അല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു പ്ലേ ആണ്. ബിക്കോസ് അതിൽ ധാരാളമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറെ റെഫറൻസുകൾ വരുന്നുണ്ട്. അലിഗറിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. അലിഗറി എന്ന് പറഞ്ഞുകൂടാ, എങ്കിൽ പോലും ഫ്ലെയിംസ് എന്നൊക്കെ പറഞ്ഞ് നിലനിൽക്കുന്നത് സ്ത്രീകളെ കാണിക്കുന്നുണ്ട്. സോ ഒരുപാട് ഹൈ ഇമാജിനേഷന്റെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഇമാജിനേറ്റീവ് പവറിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു പ്ലേ ആയിട്ടാണ് നമ്മൾ ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല കാണുന്നത്. ആ പ്ലേയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്റെ പേര് ആർഷ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. HSA ഇംഗ്ലീഷ് ഷുവർ ഷോട്ട് സീരീസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്നാണ് നാഗമണ്ഡല എന്ന പ്ലേ പബ്ലിഷ് ചെയ്തത് എന്നാണ്. ദ പ്ലേ നാഗമണ്ഡല വാസ് പബ്ലിഷ്ഡ് ഇൻ 1987, 88, 89, 86. നിങ്ങൾ HSA ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ കണ്ടാൽ കൃത്യമായിട്ട്, അതായത് ഒരു വർഷം ഉണ്ടെങ്കിൽ അതിന്റെ അടുപ്പിച്ചുള്ള ഒരു സർക്കിളിലുള്ളതായിരിക്കും ഓപ്ഷൻസ്. ആൻഡ് എല്ലാം പോട്ടെ, കഴിഞ്ഞ തവണ ഡാഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ് ഡാഡി പോയം റിട്ടൺ ഇയർ 90, ആ ഒരു ഇയറിന്റെ കൂടെ October 12, October 10 അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ ചോദിച്ചത്. അപ്പൊ നമ്മൾ ശരിക്കും പ്രോപ്പർ ആയിട്ട് ഡേറ്റ് അറിഞ്ഞിരിക്കണം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, നാഗമണ്ഡല എന്ന് പറയുന്ന പ്ലേ എഴുതപ്പെട്ടത് 1988 1988 നാഗമണ്ഡല എന്ന് പറയുന്ന പ്ലേ എഴുതപ്പെടുന്നത്. ആൻഡ് ആ വർഷം തന്നെ അതിന്റെ ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്ലേ ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, നാഗമണ്ഡല ഈസ് എ 2 ആക്ട് പ്ലേ. നമുക്കറിയാം പ്രലോഗ് ഉണ്ട്, നാഗമണ്ഡലയില് പ്രലോഗ് വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ആക്ടും സെക്കൻഡ് ആക്ടും. പ്രലോഗിലാണ് നമ്മൾ ശരിക്കും ഈ ഒരു പ്ലേയുടെ ഹൈ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു റെലം കാണുന്നത്. നമ്മുടെ മുൻപിൽ ഒരു പ്ലേ റൈറ്റ് ഉണ്ട്, അദ്ദേഹത്തിന് ഒരു കേഴ്സ് ഉണ്ട്. അതായത് അദ്ദേഹം ഏത് നിമിഷം വേണമെങ്കിലും മരണപ്പെടാം. ഒരുപാട് കാണികളെ സീറ്റുകളിൽ ഇരുത്തി, ചെയറുകളിൽ ഇരുത്തി അദ്ദേഹം ഉറക്കി. അതാണ് അദ്ദേഹത്തിന്റെ പുറത്തുള്ള അക്യൂസിഷൻ. അതുകൊണ്ട് അദ്ദേഹം മേർഡറിനെയാണ് അദ്ദേഹം എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്തത്? അദ്ദേഹം സ്ലീപ്പിനെയാണ് മർഡർ ചെയ്തത്. അദ്ദേഹം സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു ദിവസം ഉറങ്ങാതിരുന്നെങ്കിൽ മാത്രമേ ആ ഒരു ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. പക്ഷെ ഈ മാസത്തിലെ എല്ലാ ദിവസവും അദ്ദേഹം രാത്രി ഉറങ്ങിപ്പോയി. ഇനി അവശേഷിക്കുന്നത് ഇന്നത്തെ ഒരേ ഒരു ദിവസമാണ്. സോ ഇന്നത്തെ ഒരേ ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്യണം? ഉറങ്ങാതെ ഇരിക്കണം. അതിനായിട്ട് അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്യുന്നു, പക്ഷെ അദ്ദേഹത്തിന് പറ്റുന്നേയില്ല. അങ്ങനെയാണ് റൂയിൻഡ് ടെമ്പിളിൽ അദ്ദേഹം വരുന്നത്. സോ ഹൈലി ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു സെറ്റിങ്ങിലാണ് കഥ തുടങ്ങുന്നത് തന്നെ. അത് മാത്രമല്ല, അവിടെ ഫ്ലെയിംസ് എന്ന് പറയുന്ന ഒരു റെപ്രസെന്റേഷൻ, നിങ്ങൾ ആ ഒരു വർക്ക് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എത്രയോ മണിക്കൂറുകൾ എടുത്ത് 10 മണിക്കൂറോളമാണ് എൻട്രി ആപ്പിൽ നമ്മൾ നാഗമണ്ഡല കവർ ചെയ്തിരിക്കുന്നത്. സോ അതിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, അതിൽ ഫ്ലെയിംസ് ഉണ്ട്. ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ രാത്രി വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഒതുങ്ങിക്കഴിഞ്ഞ സ്ത്രീകള് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് പറയാനായിട്ടും കാര്യം പറയാനും ഒക്കെ ആയിട്ട് എവിടെ വരുന്നതാണ്? ശരിക്കും ഒത്തുകൂടുന്നതാണ് ഫ്ലെയിംസിന്റെ റെപ്രസെന്റേഷൻ. ഫ്ലെയിംസ് അവർ തീജ്വാലകൾ മാത്രമാണ്, വിത്തൗട്ട് ബോഡി. അവരെവിടെ വരുന്നു? അവർ ആ ഒരു ടെമ്പിളിൽ വരുന്നുണ്ട്. ആ ഫ്ലെയിംസ് അപ്പൊ ടെമ്പിളിലുണ്ട്, നമ്മുടെ പ്ലേ റൈറ്റ് ടെമ്പിളിലുണ്ട്. അവരുടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ പറയുന്ന പ്രലോഗാണ് നാഗമണ്ഡലയിലെ ഏറ്റവും കാമ്പുള്ള, ഏറ്റവും ഉൾക്കാമ്പുള്ള ഒരു ഭാഗം. ശേഷം നമ്മൾ 2 ആക്ടുകൾ കാണുന്നുണ്ട്, ഫസ്റ്റ് ആക്ടും സെക്കൻഡ് ആക്ടും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര ആക്ടുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ആക്ട് ആണ്? 2 ആക്ട് ആണ്. എത്ര ആക്ടുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 2 ആക്ട് ആണ്. പ്ലസ് അതിന്റെ കൂടെ ആ ഒരു പ്രലോഗ് കൂടി വരുന്നുണ്ട്. ഓക്കെ, സോ നാഗമണ്ഡല ഈസ് എ 2 ആക്ട് പ്ലേ. അതുകൊണ്ട് തന്നെ നാഗമണ്ഡല 2 ആക്ട് ഉള്ള ഒരു പ്ലേ ആണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? ഗിരീഷ് കർണാടാണ്. ദ വെൽ നോൺ ഇന്ത്യൻ പ്ലേ റൈറ്റ് ആൻഡ് ആക്ടർ ഗിരീഷ് കർണാട്. ഗിരീഷ് കർണാടിനെ നമുക്ക് ശരിക്കും ഒരു പ്ലേ റൈറ്റ് മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം ഫിലിമിന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വളരെ നല്ലൊരു അക്കാഡമീഷ്യൻ ഒക്കെ ആയിരുന്ന ഗിരീഷ് കർണാടിനെയാണ്, അദ്ദേഹമാണ് എഴുതിയ
2 ആക്ട് പ്ലേ ആണ്. 1988 ആണ് ഇയർ ഓഫ് പബ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് 1987-88 ആണ് ഇദ്ദേഹം ഇത് എഴുതിയ വർഷം. പബ്ലിഷ് ചെയ്യുന്നത് 1988 ആണ്. ഇത്രയും ഓർത്തിരുന്നോണേ. നാഗമണ്ഡലയുടെ സബ് ടൈറ്റിൽ ആയിട്ട് വരുന്നത് എ പ്ലേ വിത്ത് കോബ്രയാണ്. എ പ്ലേ വിത്ത് കോബ്ര. ശരിക്കും നാഗമണ്ഡല നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. നാഗമണ്ഡല എന്ന് പറയുന്നതിൽ മണ്ഡല എന്ന് പറയുന്ന ആ ഒരു വാക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. 4 ഡിഫറെന്റ് നറേറ്റീവ് ലെവൽസ് വരുന്ന 4 ഡിഫറെന്റ് നറേറ്റീവ് ലെവൽസ് വരുന്ന പ്ലേ ആണ് നാഗമണ്ഡല. ഇതൊക്കെ നമ്മൾ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാത്റാണി എന്ന് പറയുന്ന ഒരു ഫ്ലവറിന്റെ സിഗ്നിഫിക്കൻസ് പറയുന്നുണ്ട്. പാതിരാമുല്ല, രാത്റാണിയുടെ ആ ഒരു സുഗന്ധം നാഗത്തിന് ഭയങ്കര ഇഷ്ടമാണ്. സോ നാഗം വരുന്നതിന് തൊട്ട് മുമ്പ് റാണിയെ സംബന്ധിച്ച് അത് അപ്പണ്ണ തന്നെയാണ്, ഒരു ഡിഫറെന്റ് അപ്പണ്ണ തന്നെയാണ്. സോ റാണി എന്താണ്, ആ ഒരു നാഗം വരുന്നതിന് മുൻപ് രാത്റാണിയുടെ സുഗന്ധം ഇവിടെ എല്ലാം പരക്കട്ടെ, അദ്ദേഹത്തെ വെൽക്കം ചെയ്യാനായിട്ട് റാണി കാത്തു വെക്കുന്ന രാത്റാണിക്ക് ഉൾപ്പെടെയുള്ളത് നാഗമണ്ഡലയിൽ വലിയ സിഗ്നിഫിക്കൻസ് ഉള്ള കാര്യങ്ങളാണ്. സോ 4 ഡിഫറെന്റ് നറേറ്റീവ് ലെവൽസ് ഉണ്ട്. രാത്റാണി ഉണ്ട്, കോറസിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഒരുപാട് ഡീറ്റെയിൽസ് ആ ഒരു പ്ലേയുമായിട്ട് അസോസിയേറ്റ് ചെയ്തുണ്ട്. നിങ്ങൾക്ക് പ്ലേ ഒന്ന് വായിച്ചാൽ തന്നെ ഇതിന്റെയൊക്കെ ഒരു ഇന്റർപ്രിട്ടേഷൻസും കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ നാഗമണ്ഡലയുടെ സബ് ടൈറ്റിൽ ആണ് എ പ്ലേ വിത്ത് കോബ്ര എന്ന് പറയുന്നത്. നാഗമണ്ഡല വാസ് ബേസിക്കലി എ കന്നഡ പ്ലേ ആൻഡ് ദെൻ ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ്. ബേസിക്കലി ആദ്യമായിട്ട് ഇത് എഴുതിയത് ഏത് ലാംഗ്വേജിലാണ്? കന്നഡ ലാംഗ്വേജിലാണ്. ശേഷമാണ് ഇത് ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നാഗമണ്ഡല എന്ന് പറയുന്ന പ്ലേ ഇംഗ്ലീഷിലേക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? AK രാമാനുജൻ. നമുക്കറിയാം ഇന്ത്യൻ ഫോക്ക് ടെയിൽസിന്റെ ഒക്കെ ഒരു വലിയ സോഴ്സ് ആയിട്ടുള്ള AK രാമാനുജനാണ് നാഗമണ്ഡലം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല AK രാമാനുജനിൽ നിന്ന് കേട്ട ഫോക്ക് ടെയിൽസ് യൂസ് ചെയ്തിട്ടാണ്, 2 ടെയിൽസ് ഉണ്ട്, ആ 2 ടെയിൽസും യൂസ് ചെയ്തിട്ടാണ് ഗിരീഷ് കർണാട് നാഗമണ്ഡല കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, എന്നാണ് നാഗമണ്ഡല പബ്ലിഷ് ചെയ്തത്? 1987-88 കാലഘട്ടത്തിൽ ഇത് എഴുതപ്പെടുന്നുണ്ട്, ചെറുതായിട്ട് പെർഫോം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും 1988 വർക്ക് ആസ് സച്ച് എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ പ്ലേ വിത്ത് കോബ്ര എന്ന സബ് ടൈറ്റിൽ ഉണ്ട്. ബേസിക്കലി ഒരു കന്നഡ പ്ലേ ആണ്. ട്രാൻസ്ലേറ്റ് ചെയ്തതും ആര് തന്നെ? നമ്മുടെ ഗിരീഷ് കർണാട് തന്നെ. ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതും അദ്ദേഹം തന്നെയാണ്. ഈ ഡ്രാമ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? AK രാമാനുജനാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദി പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദി പ്ലേ നാഗമണ്ഡല? നാഗമണ്ഡലയില് ശരിക്കും ആ ഒരു ഡ്രാമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്യാരക്ടർ ആരാണ്? ഒരു സംശയത്തിനും ഇടയില്ല, റാണിയാണ്. ബിക്കോസ് റാണിയെ ചുറ്റിപ്പറ്റിയാണ് ഹോൾ പ്ലേ നിലനിൽക്കുന്നത്. റാണി എന്ന് പറയുന്നത് ശരിക്കും ആ പേര് പോലെ നമ്മൾ ശരിക്കും കന്നഡയിലെ ചില ഇതിന്റെ ഡ്രാമാറ്റിക്കൽ വേർഷൻസ് നോക്കിയാൽ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും പ്രിയമായിരുന്ന മകളാണ് റാണി. ശരിക്കും റാണിയായിട്ട് തന്നെ, ക്യൂനായിട്ട് തന്നെ വളർന്നവളാണ്. പക്ഷേ അപ്പണ്ണയായിട്ടുള്ള മാരേജ് അവളുടെ സകല ഭാഗ്യ വിഭാഗ്യങ്ങളെയും മാറ്റി കുറിക്കുന്നുണ്ട്. ലേറ്റർ നമ്മൾ റാണിയെ കാണുമ്പോൾ റാണിക്ക് ഒരിക്കലും റാണിയോട് അപ്പണ്ണ യാതൊരു തരത്തിലുള്ള സ്നേഹവും കാണിക്കുന്നില്ല. അത് മാത്രമല്ല വളരെ ഇൻഡിഫറന്റ് ആണ്. പകല് സമയത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം വീട്ടിലോട്ട് വരുന്നു. ശേഷം ഇറങ്ങുമ്പോൾ വീട് ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. സോ റാണി ഈസ് ലൈക്ക് ഏതാണ്ട് ഒറ്റപ്പെട്ട റാണി. ധാരാളം ഫാന്റസീസ് കാണുന്നുണ്ട്. ഡോൾഫിൻസിന് സ്വപ്നം കാണുന്നു, സ്നേക്കിന് സ്വപ്നം കാണുന്നുണ്ട്. അവളുടെ പല ഡ്രീംസും ഫാന്റസീസും ആൻഡ് അവളെ രക്ഷിക്കാൻ വരുന്ന ഒരു പ്രിൻസിനെയുള്ള സ്വപ്നം കാണുന്നു. സോ അവളുടെ പല സ്വപ്നങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നത് അവളുടെ സെക്ഷൽ ഫാന്റസീസ് ആണ്. ആൻഡ് ആ സെക്ഷൽ ഫാന്റസീസിനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റാണിയുടെ ലൈഫിലോട്ട് പിന്നീട് വരുന്നത്. അപ്പണ്ണയുടെ, അതായത് അവളുടെ ഹസ്ബൻഡിന്റെ രൂപം സ്വീകരിച്ച നാഗ. പിന്നീട് നടക്കുന്ന പ്രശ്നങ്ങളും റാണി നേരിടേണ്ടി വരുന്ന ട്രയലുകളും, റാണി ഇതിനിടയിൽ പ്രഗ്നന്റ് ആവുന്നുണ്ട്. പിന്നീട് റാണി നേരിടേണ്ടി വരുന്ന ട്രയലുകൾ ഉൾപ്പെടെ അവള് ഓരോ സ്നേക്ക് ഓർഡിയൽ വഴി പരിശുദ്ധി തെളിയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടും ഡ്രാമയുടെ ക്ലൈമാക്സ് അവസാനിക്കുന്നില്ല. എഗെയിൻ വേറെ ക്ലൈമാക്സുകൾ, ഓൾട്ടർനേറ്റീവ് ക്ലൈമാക്സുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നാഗമണ്ഡല പഠിക്കുമ്പോൾ വളരെ പ്രോപ്പർ ആയിട്ട് പഠിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന വർക്കാണ്. സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, സോഴ്സ് ടെക്സ്റ്റ് നമ്മൾ വായിക്കേണ്ടതുണ്ടോ? നമുക്ക് എല്ലാ പുസ്തകത്തിന്റെയും ഒറിജിനൽ ടെക്സ്റ്റ് എടുത്ത് പഠിക്കാനുള്ള സമയമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ എല്ലാത്തിനും പറയില്ല. ബിക്കോസ് ഇത് റിവൈസ് ചെയ്യുന്നതിലാണ് കാര്യം. നമ്മൾ എക്സ്ട്രാ ഡീറ്റെയിലോട്ട് പോയിട്ട് പിന്നീട് നമുക്ക് റിവിഷന് സമയം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പഠിച്ചതുകൊണ്ട് കാര്യമില്ല.
പക്ഷെ നാഗമണ്ഡലിനെ സംബന്ധിച്ച് ആ ടെക്സ്റ്റ് അസച്ച് വായിച്ച് പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പുസ്തകം അതുപോലെ എടുത്ത് പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് പ്രലോഗ് പഠിപ്പിക്കുന്നു, ആദ്യത്തെ ആക്ട് നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് പഠിപ്പിക്കുന്നു, രണ്ടാമത്തെ ആക്ട് 2 ക്ലാസ്സുകളിലായിട്ട് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഹൂ ഈസ് ദ പ്രൊട്ടാഗോണിസ്റ്റ്? ആര് തന്നെ? റാണി തന്നെ. ബാക്കി എല്ലാരെയും അറിയാവോ? അപ്പണ്ണ എന്ന് പറയുന്നത് റാണിയുടെ ആരാണ്? ഹസ്ബൻഡ് ആണ്. അപ്പണ്ണ എന്ന് പറയുന്നത് റാണിയുടെ ഹസ്ബൻഡ് ആണ്. റാണി മേജർ ക്യാരക്ടർ. കുരുടവ എന്ന് പറയുന്നത് ബ്ലൈൻഡ് ലേഡി ആണ് കേട്ടോ, ബ്ലൈൻഡ് ലേഡി. ഇവർക്ക് ഒരു മകനുണ്ട്, ആ മകന്റെ പേരാണ് കപ്പണ്ണ. ബ്ലൈൻഡ് ലേഡിയുടെ സണ്ണിന്റെ പേരാണ് കപ്പണ്ണ എന്ന് പറയുന്നത്. ബ്ലൈൻഡ് ലേഡിയുടെ മകന്റെ പേരാണ് സൺ. ആൻഡ് നമ്മൾ ഒരു വർക്ക് പ്രോപ്പർ ആയിട്ട് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇവിടെ റാണിക്കും നാഗത്തിനും ഒരു റിലേഷൻഷിപ്പ് ഉള്ളതുപോലെ തന്നെ, അതായത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സൂപ്പർ നാച്ചുറൽ വേൾഡിൽ നിന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഓഫ് ബിറ്റ്വീൻ ഒരു ഹ്യൂമനും അതുപോലെ തന്നെ ഒരു സെർപ്പന്റും ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഈ കപ്പണ്ണയ്ക്ക് ഒരു സെർപ്പന്റ് വിമനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. ഒരു സെർപ്പന്റ് വിമനുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു നാഗകന്യക, ബിയോണ്ട് ദ വേൾഡ്സിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ ബെഡിലോട്ട് വരുമോ എന്ന് റാണി ചോദിക്കുന്നുണ്ട്. സോ അതിന്റെ ഒരു സെയിം ഒരു പാരലൽ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. ആരില്? കപ്പണ്ണയില്. ഓക്കെ, കുരുടവയ്ക്ക് കണ്ണ് കാണില്ലെന്ന് ഓർക്കണം. ബ്ലൈൻഡ് ലേഡിയാണ്. കുരുടവയാണ് അപ്പണ്ണയെ എങ്ങനെയെങ്കിലും വശീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അപ്പണ്ണയെ എങ്ങനെയെങ്കിലും സ്വന്തം വരുതിയിലാക്കാൻ വേണ്ടി മാജിക്കൽ റൂട്ട്സ് ആർക്ക് കൊടുക്കുന്നത്? റാണിക്ക് കൊടുക്കുന്നത്. ആ മാജിക്കൽ റൂട്ട്സ് ബോയിൽ ചെയ്തോ എങ്ങനെയെങ്കിലും അവന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന ആളോട് ഒരിക്കലും അടങ്ങാത്ത സ്നേഹം തോന്നുമെന്ന് കുരുടവ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ഇതിൽ കാണുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാല് ആ ഒരു പോർഷൻ, ആ ഒരു മാജിക്കൽ പോർഷൻ ആരുടെ ഉള്ളിലേക്കാണ് ചെല്ലുന്നത്? നാഗത്തിന്റെ ഉള്ളിലേക്കാണ്. സോ നാഗയ്ക്ക് ആരോട് സ്നേഹം തോന്നുന്നു? റാണിയോട് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള സ്നേഹം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പണ്ണയുടെ രൂപത്തില് നാഗ ആരിലേക്ക് വരുന്നത്? റാണിയിലേക്ക് വരുന്നത്. ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദി പ്ലേ ആര് തന്നെ? റാണി തന്നെ. നാഗമണ്ഡല ഹാങ്സ് അറൌണ്ട് റാണി. കംപ്ലീറ്റ് പ്ലേയും ആരെ ചുറ്റിപ്പറ്റി തന്നെയാണ് നിൽക്കുന്നത്? റാണിയെ ചുറ്റിപ്പറ്റി തന്നെയാണ് നിൽക്കുന്നത്. ദ പ്രൊട്ടഗോണിസ്റ്റ് ആൻഡ് ഹെർ ഹസ്ബൻഡ്സ് ഇൻഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ഹെർ ആൻഡ് ഹെർ. ശരിക്കും ആ ഒരു കിങ്കോബ്ര ആയിട്ടുള്ള ഒരു സർറിയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും എല്ലാം നമ്മൾ ആ ഒരു കംപ്ലീറ്റ് പ്ലേയും ഫോക്കസ് ചെയ്യുന്നത് ആരെ തന്നെ? റാണിയെ തന്നെ. റാണി ഈസ് എ യങ് ബ്രൈഡ് ഹു ഈസ് നെഗ്ലക്റ്റഡ് ബൈ ഹെർ ഇൻഡിഫറെന്റ് ആൻഡ് അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഹസ്ബൻഡ് അപ്പണ്ണ. ആക്ച്വലി ഈവൻ നമ്മുടെ കുരുടവ വന്ന്, ബിക്കോസ് കുരുടവയുടെ കാഴ്ചയെല്ലാം കണ്ണിലാണ് അല്ലെ, കുരുടവയ്ക്ക് കണ്ണ് കാണില്ല. സോ കുരുടവ ടച്ച് ചെയ്താണ് നോക്കുന്നത്, ടച്ച് ചെയ്തിട്ടാണ് ഓരോരുത്തരെയും മനസ്സിലാക്കുന്നത്. ആൻഡ് ഇത്തരത്തില് അപ്പണ്ണ യാതൊരു തരത്തിലും റാണിയോട് സ്നേഹം കാണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന കുരുടവ റാണിയെ ടച്ച് ചെയ്ത് നോക്കുന്ന സീൻസ് ഒക്കെ നാഗമണ്ഡലുണ്ട്. വെരി വിഷ്വൽ ട്രീറ്റ്സ്. നമുക്ക് ശരിക്കും ആ ഒരു വേർഡ്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. റാണിയെ അവർ ഫീൽ ചെയ്ത് നോക്കിയിട്ട് പറയുന്നത് ഇത്രയും ലവ്ലിനെസ്സിനെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് അവന് എങ്ങനെയാണ് ഒരു കോൺകുബൈൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നത്? ബിക്കോസ് നിങ്ങളുടെ അതും ഭയങ്കര ഇന്ത്യൻ രീതിയിലാണ് വർണ്ണിക്കുന്നത്. മാംഗോ ലീവ്സ് പോലെ, അല്ലെങ്കിൽ അത്രയും ഭംഗിയുള്ള ലിപ്സ്, നല്ല ഭംഗിയുള്ള കണ്ണുകള്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ, ഇത്രയും സുന്ദരിയായിട്ടുള്ള റാണിയെ എങ്ങനെയാണ് വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് അവന് മറ്റൊരാളെ തേടി പോകാൻ പറ്റുന്നതെന്നൊക്കെ കുരുടവ ചോദിക്കുന്നുണ്ട്. സോ ശരിക്കും അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ് ആർക്ക് കിട്ടുന്നത്? റാണിക്ക് കിട്ടുന്നത്. റാണി ഈസ് എ യങ് ബ്രൈഡ്, വളരെ യങ് ആയിട്ടുള്ള ഒരു ബ്രൈഡ് ആണ്. ആൻഡ് നമ്മൾ കാണുന്നുണ്ട് അവള് മെച്യൂർ ആവുന്നതിന് മുൻപേ തന്നെ ഇവര് തമ്മിലുള്ള കല്യാണത്തിന്റെ എഗ്രിമെന്റ്സ് ഫിക്സ് ചെയ്യുന്നു. ആൻഡ് വൺസ് നമ്മുടെ റാണി പ്യൂബർട്ടി എത്തുമ്പോഴാണ് തിരിച്ച് വീട്ടിൽ വന്ന് ആര് കൊണ്ടുപോകുന്നത്? അപ്പണ്ണ കൊണ്ടുപോകുന്നത്. അന്നേ അമ്മ കരഞ്ഞു തുടങ്ങുന്നു എന്ന് റാണി പറയുന്നുണ്ട്. ബിക്കോസ് അവളെ എന്നേക്കുമായിട്ട് കൊണ്ടുപോവാണ്, ഒറ്റ മകളാണ്, അവളെ എന്നേക്കുമായിട്ട് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാണ്. വളരെ യങ് ബ്രൈഡ് ആണ്. ഈസ് നെഗ്ലക്റ്റഡ് ബൈ ഹെർ ഇൻഡിഫറെന്റ് ആൻഡ് അൺഫെയ്ത്ത്ഫുൾ ഹസ്ബൻഡ് ആയിട്ടുള്ള അപ്പണ്ണ എന്ന് പറയുന്നുണ്ട്. റാണി ഈസ് എ ടിപ്പിക്കൽ വൈഫ് who wants to win her husband affection by any means. എങ്ങനെയെങ്കിലും അപ്പണ്ണയെ നേടിയെടുക്കണം, അല്ലെങ്കിൽ അപ്പണ്ണയുടെ അംഗീകാരം നേടിയെടുക്കണമെന്ന് റാണി ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഹെർ ലൈഫ് ചേഞ്ചസ് വെൻ എ സ്നേക്ക് ഫോൾസ് ഇൻ ലവ് വിത്ത് ഹെർ. അവളുടെ തന്നെ കയ്യിൽ നിന്ന് ആ ഒരു മാജിക്കൽ പോർഷൻ ഉള്ള ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞിട്ട് നാഗത്തിന് ഇവളോട് ഭയങ്കര സ്നേഹം തോന്നുന്നു. നാഗം അപ്പണ്ണയാണ് എന്നുള്ള രീതിയിലാണ് ആരെ അപ്രോച്ച് ചെയ്യുന്നത്? നമ്മുടെ റാണിയെ അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് ടേക്സ് ഓൺ അപ്പണ്ണാസ് ഫോം ടു ബി വിത്ത് ഹെർ. അവളുടെ കൂടെ ആയിരിക്കാൻ അപ്പണ്ണയായിട്ട് വരുന്ന നാഗം വന്നു തുടങ്ങുമ്പോഴാണ് ആ ശരിക്കും ആ ഡ്രാമയുടെ ഒരു ഭംഗിയും
അല്ലെങ്കിൽ ഡ്രാമയുടെ ഒരു മിത്തിക്കൽ, സർറിയൽ, സൂപ്പർ നാച്ചുറൽ ഒക്കെ ആയിട്ടുള്ള ആ ഒരു രീതി നമ്മൾ കാണാൻ തുടങ്ങുന്നത്. സോ അതൊക്കെയാണ് ഒരു കോൺഫ്ലിക്റ്റിന്റെ പ്രധാന കാരണങ്ങളെന്നും എടുത്തു പറയാം. ഹൗ മെനി ആക്ട്സ് ആർ ദെയർ ഇൻ ദ പ്ലേ നാഗമണ്ഡല? നാഗമണ്ഡലയിൽ എത്ര ആക്ട് ഉണ്ട്? ഇതൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ പൊട്ടൻഷ്യൽ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് നമ്മൾ എപ്പോഴും ചിന്തിക്കും പ്രലോഗ് ഉണ്ട്, 2 ആക്ട് ഉണ്ട്, അപ്പം പ്രലോഗ് എണ്ണണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ല, ആക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്ട് മാത്രമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആൻസർ എന്ത് തന്നെ? 2 തന്നെ. ഓക്കെ, ആക്ടിന്റെ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്പർ 2 തന്നെയാണ് വരുന്നത്. നാഗമണ്ഡല is a 2 act play. നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നതാണ്, നാഗമണ്ഡല is a 2 act play written by the well-known Indian playwright and actor Girish Karnad in 1987 to 88 and published in 88. The play Nagamandala is divided into prologue and 2 acts. പ്രലോഗിലാണ് നമ്മൾ ഫ്ലെയിംസിനെയും കാണുന്നത്, അതുപോലെ തന്നെ പ്ലേ റൈറ്റിനെ, ആ ഡീറ്റെയിൽസ്, സാരി വിത്ത് എ സോങ്. സാരി സോങ് എന്ന് പറയുന്ന വളരെ നേർത്ത കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ക്ലാസ് ഡിസ്കഷനിൽ പറയാൻ പറ്റാത്ത വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലോട്ടിലുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങൾ പ്രലോഗ് പഠിക്കണം. പ്രലോഗിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ആക്ട് 1നെയും ആക്ട് 2വിനെയും സെപ്പറേറ്റ് ചെയ്ത് ഇടയ്ക്കൊരു സോങ് ഉണ്ട്, സോങ് ഓഫ് ദി ഫ്ലെയിംസ്. സോങ് ഓഫ് ദി ഫ്ലെയിംസിൽ ശരിക്കും ആ രണ്ടുപേരും തമ്മിലുള്ള ലവ് ആണ് കൃത്യമായിട്ട് പറയുന്നത്. ആ ലവിന്റെ ഇന്റൻസിറ്റി ഒക്കെ പറയുന്ന ഒരുപാട് ഇന്ത്യൻ ഇമേജസ് വരുന്ന ഒരു കുഞ്ഞു സോങ് ആണ് പ്ലേ 1നും പ്ലേ 2നും ഇടയ്ക്കുള്ളത്, സോങ് ഓഫ് ദി ഫ്ലെയിംസ്. അതുകൂടി ഒന്ന് വായിച്ചു നോക്കണേ. Then the play Nagamandala is divided into prologue and 2 acts. There are 3 endings of this story. നമ്മൾ അത് പറഞ്ഞതാണ്. Alternate endings ഉണ്ട്, multiple endings ഉണ്ട് സ്റ്റോറിയിൽ. The story narrates the story of Rani which forms the central part of the plot. ഇത് നമുക്ക് ശരിക്കും ആ ഒരു ഡീറ്റെയിൽസിലോട്ട് പോയാൽ മാത്രമേ ആ ഒരു പോയിന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. Whom does Appanna visit most of the days? അപ്പം അപ്പണ്ണ പകലൊക്കെ ആരെയാണ് കാണാൻ പോകുന്നത്? അപ്പണ്ണയ്ക്ക് ഒരു മിസ്ട്രസ് പോലും ഉണ്ട്, ഒരു കോൺകുബൈൻ ഉണ്ട് അല്ലെ. ഹിസ് കോൺകുബൈനെ കാണാനാണ് പാവപ്പെട്ട റാണിയെ പൂട്ടിയിട്ട് ആര് പോകുന്നത്? അപ്പണ്ണ പോകുന്നത്. ആൻഡ് ഈ ഒരു പ്ലേയുടെ അവസാനം റാണിയുടെ ആ ഒരു ഓഡിയലിന്റെ ഇടയ്ക്ക് കോൺകുബൈൻ വരുന്നുണ്ട്. ആൻഡ് കോൺകുബൈൻസ് കാണുന്നുണ്ട് ഇങ്ങനെ നാഗത്തെയൊക്കെ എടുത്ത് ശരിക്കും ഒരു ദേവി ഇമേജില് നമ്മുടെ ആര് നിൽക്കുന്നത്? റാണി നിൽക്കുന്നത് കാണുന്നുണ്ട്. ആക്ച്വലി ലോർഡ് ശിവയുമായിട്ടാണ് കമ്പാരിസൺസ് വരുന്നതെല്ലാം. ഓൾട്ടർനേറ്റ് റീഡിങ്സിലും ക്രിറ്റിസിസത്തിലും ഒക്കെ ലോർഡ് ശിവയുമായിട്ടാണ് ആ ഒരു കമ്പാരിസൺസ് വരുന്നത്. സോ ഈ ഒരു വിഷ്വൽ കണ്ടതിന് ശേഷം കോൺകുബൈന് മാനസാന്തരം വരുന്നു. അവരുടെ വീട്ടിൽ ഒരു വേലക്കാരിയായിട്ട് നിൽക്കാൻ തുടങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ആ കോൺകുബൈന് പിന്നീട് ലേറ്റർ ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷെ ഒറിജിനൽ സോഴ്സ് ടെക്സ്റ്റിൽ, അതായത് കന്നഡ സോഴ്സ് ടെക്സ്റ്റിൽ ഇത് കുറച്ചുകൂടി ഒരു ഇമോഷണൽ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന വിസിബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഈ കോൺകുബൈൻ വരുന്നത്. പേരൊക്കെ ഉണ്ട്. അവർ കുറച്ചുകൂടി ഒന്ന് 3 ഡയമെൻഷണൽ ആയിട്ടൊരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് വേർഷൻ വരുമ്പോഴത്തേക്കിന് കുറച്ച് സെറ്റിൽ ആവുന്നുണ്ട് കോൺകുബൈൻ. ഓക്കെ, സോ കോൺകുബൈനെ കാണാനാണ് അപ്പണ്ണ പകലെല്ലാം പോകുന്നത്. Appanna spends most of his time with his concubine and comes home only for lunch. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ആര് വരുന്നത്? അപ്പണ്ണ വരുന്നത്. Rani is one of those typical wives who want to win her husband's affection at any cost. In an attempt to do so, she അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്, അത് എങ്ങനെയെങ്കിലും അപ്പണ്ണയെ നേടണം എന്നൊരു ആഗ്രഹം വരുമ്പോഴാണ്, എന്നാലും കുരുടവ കൊടുത്തിട്ടുള്ള മാജിക്കൽ റൂട്ട്സ് കൊടുത്തിട്ടാണെങ്കിലും അപ്പണ്ണയ്ക്ക് തന്നോടൊരു സ്നേഹം ഉണ്ടാക്കിയെടുക്കണം എന്ന് ആര് വിശ്വസിക്കുന്നത്? റാണി വിശ്വസിക്കുന്നത്. ആൻഡ് പിന്നീട് നാഗ അപ്പണ്ണയായിട്ട് വരുമ്പോഴും ഇവള് കൺവിൻസ്ഡ് ആണ്. അതായത് ശരിക്കും തന്റെ ആ ഒരു മാജിക്കൽ റൂട്ട്സ് ഫലം കണ്ടു, താൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ജീവിതമാണ് തനിക്ക് കിട്ടുന്നതെന്നാണ് നൈറ്റിലെല്ലാം ആര് വിചാരിക്കുന്നത്? റാണി വിചാരിക്കുന്നത്. പക്ഷെ പിന്നെയും പകല് അപ്പണ്ണ ഇൻഡിഫറന്റ് ആവുമ്പോൾ ഇവള് ശരിക്കും ഒരു മെന്റൽ ട്രോമയിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് റിയൽ, അതോ ഇതെല്ലാം എന്റെ ഫാന്റസി ആണോ? പകല് കാണുന്ന ആളെയല്ല നൈറ്റിൽ കാണുന്നത്. നൈറ്റിൽ ശരിക്കും എക്സ്ട്രാ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിട്ട് നാഗം അപ്പണ്ണയായിട്ട് വരുന്നു, പകല് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള അപ്പണ്ണ. സോ ആകെ അങ്ങ് ബുദ്ധിമുട്ടിലാകുമ്പോൾ ഇവളിത് ഡിസ്കസ് ചെയ്യുന്നു. ആ സമയത്ത് നാഗ പറയുന്നത് ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് എന്നാണ്. ആ ഒരു സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ ക്വസ്റ്റ്യൻസേ ചോദിക്കുന്നില്ല റാണി. പക്ഷേ താൻ പ്രഗ്നന്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് താൻ ഈ കാണുന്നത് ഫാന്റസി അല്ല, ദിസ് ഈസ് നോട്ട് ഫാന്റസി എന്ന് അവൾ തിരിച്ചറിയുന്നത്. ആൻഡ് പിന്നീടാണ് ഇവള് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുന്നതും ചിന്തിക്കുന്നതും ഒരു മെച്യൂർ വിമൻഹുഡിലോട്ട് എത്തുന്നതും ഒക്കെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പകൽ സമയങ്ങൾ അപ്പണ്ണ സ്പെൻഡ് ചെയ്യുന്നത് ആരുടെ കൂടാണ്? അദ്ദേഹത്തിന്റെ കോൺകുബൈന്റെ കൂടെയാണ്.
ദ ഡ്രാമ നാഗമണ്ഡല സ്റ്റാർട്ട്സ് വിത്തിൻ ഇതിൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു റൂയിൻഡ് ടെമ്പിളിലാണ്, ബ്രോക്കൺ ഹൗസിലാണ്, മാരേജ് ഫംഗ്ഷനിലാണ്, നൺ ഓഫ് ദീസ്. നിങ്ങൾക്ക് കേട്ടപ്പോഴേ മനസ്സിലായി കാണും. നമ്മൾ പറഞ്ഞു പേര്, അതായത് ആ ഒരു പ്രതിമ ഏത് ദൈവത്തിന്റെ ആണെന്ന് പോലും അറിയത്തില്ല, അത്രമാത്രം ആ ഇടിയോളൊക്കെ ബ്രോക്കൺ ആണ്. അത്തരത്തിലുള്ള ഒരു റൂയിൻഡ് ടെമ്പിളിലാണ് കഥ നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു റൂയിൻഡ് ആയിട്ടുള്ള, ശരിക്കും എന്താണ്, പൊട്ടിപ്പൊളിഞ്ഞ ഒരു ടെമ്പിളിലാണ് എന്ത് നടക്കുന്നത്? കഥ നടക്കുന്നത്. ഒരു റൂയിൻഡ് ടെമ്പിളിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഡ്രാമ നാഗമണ്ഡല തുടങ്ങുന്നത് ഒരു റൂയിൻഡ് ടെമ്പിളിലാണ്. ഓക്കെ. നാഗമണ്ഡല വാസ് പ്രസന്റഡ് ഇൻ 3 പാർട്സ്. പ്രലോഗം ഉണ്ട്, അതുപോലെ തന്നെ 2 ആക്ട്സും ഉണ്ട്. അതൊരു ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമയുടെ ട്രഡീഷനിലാണ്. നമുക്കറിയാം യക്ഷഗാന ഇൻഫ്ലുവൻസ് ഒക്കെ എന്തിനുണ്ട്? യക്ഷഗാന ഇൻഫ്ലുവൻസ് ഒക്കെ നാഗമണ്ഡലയ്ക്ക് ഉണ്ട്. നാഗമണ്ഡലയ്ക്ക് ശരിക്കും ഒരു ഫോക്ക് തിയേറ്ററിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുപോലെ തന്നെ യക്ഷഗാനയുടെ ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ പ്രലോഗ് വാസ് സെറ്റ് ഇൻ ദ ഇന്നർ സാങ്ക്ടം ഓഫ് എ റൂയിൻഡ് ടെമ്പിൾ. ഒരു റൂയിൻഡ് ടെമ്പിളിന്റെ ഇന്നർ സാങ്ക്ടത്തിലാണ് ആ ഒരു പ്രലോഗ് നടക്കുന്നത്. ദ ഇഡിയോൾ വാസ് ബ്രോക്കൺ ആൻഡ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ദ പ്രിസൈഡിംഗ് ഡൈറ്റി. നമുക്ക് കഥ അവസാനിക്കുമ്പോഴും അറിയത്തില്ല ആരാണ് അവിടുത്തെ ആ ഒരു പ്രതിഷ്ഠ എന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ. എ playwright sitting in a temple and was trying very hard to keep himself awake. നമുക്കറിയാം, അതായത് അന്ന് രാത്രി കൂടി ഉറങ്ങിയാൽ അദ്ദേഹത്തിന് മരണമാണ്. ശരിക്കും ഇതൊക്കെ ഇന്ത്യൻ സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാ. അതിന്റെ ഒരുപാട് ആസ്പെക്ട് നമ്മൾ ഈ ഡ്രാമയിൽ കാണുന്നുണ്ട്. ക്രിട്ടിസിസം ആസ്പെക്ടുകൾ വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ ഡ്രാമാസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്ലേ റൈറ്റ്. ഒരുപാട് പേരെ കസേരയിൽ ഇരുത്തി ഉറക്കി, അതുകൊണ്ട് ഉറക്കം അവനെ ശപിച്ചു എന്ന് പറയുന്നതിൽ ആ ഒരു കണ്ടംപററി ഇന്ത്യൻ ഡ്രാമയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം രാത്രി ഫ്ലെയിംസ് ആയിട്ട് ഗോസിപ്പ് പറയാൻ എത്തുന്ന ലേഡീസ്, ഫ്ലെയിംസ് റെഫറൻസ് കാണിക്കുന്നത് ആ ലേഡീസിനെയാണ്. സോ അങ്ങനെ വരുന്നവരെ ആ ഒരു ഇന്ത്യൻ വിമനെ കളിയാക്കുന്നുണ്ട്. ഇന്ത്യൻ വിമന്റെ ആ ഒരു ഗോസിപ്പിംഗ് നേച്ചറും ഒക്കെ കളിയാക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടി ക്രിറ്റിസിസം പ്ലസ് ഒരു വലിയ കാര്യമാണ് ഇന്ത്യൻ മെന്റെ ഡബിൾ സ്റ്റാൻഡേർഡ്സ്. നമുക്കറിയാം നമ്മുടെ പ്ലേയില് അപ്പണ്ണയ്ക്ക് പകല് മുഴുവൻ എന്താണ്? അപ്പണ്ണയ്ക്ക് പകല് മുഴുവൻ ദേഷ്യമാണ്, ഹീസ് ഇൻഡിഫറന്റ്. പക്ഷെ രാത്രിയോ ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള നാഗയുടെ ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള പല സീൻസും നമ്മൾ കാണുന്നുണ്ട്. സോ പകല് മുഴുവൻ ഇൻഡിഫറന്റ് ആയ, നൈറ്റില് വെരി റൊമാൻറ്റിക് ആയ ഇന്ത്യൻ പുരുഷന്മാരെ കാണിക്കുന്ന ഒരു ഡ്രാമ കൂടിയാണ് എന്ത്? ആ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തെ. ഈവൻ കർണാട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ വളരെ എൻഗേജിലെ അകപ്പെട്ടു പോകുന്ന റാണി അനുഭവിക്കേണ്ടി വരുന്ന, നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയാവുന്ന നമ്മുടെ ഇന്ത്യൻ ഹസ്ബൻഡ്സിന്റെ, ടിപ്പിക്കൽ ഇന്ത്യൻ ഹസ്ബൻഡ്സിന്റെ സൈക്കോളജിയും ഈ ഒരു പ്ലേയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമാക്കുന്നുണ്ട്. സോ ക്രിറ്റിസിസം ആസ്പെക്റ്റിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ വിമൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ദെൻ ഇവിടുത്തെ ഇന്ത്യൻ വിമന്റെ ഗോസിപ്പിംഗ് നേച്ചർ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും രഹസ്യം സൂക്ഷിക്കാൻ പറ്റാത്ത, സീക്രട്ട് ഒരു കാരണവശാലുമേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഇന്ത്യൻ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു തരത്തിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സീക്രട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു സ്ത്രീ സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവളുടെ വായിൽ നിന്ന് അത് പുറത്ത് ചാടുന്നുണ്ട്. സോ അത്തരത്തില് ഇന്ത്യൻ സ്ത്രീകളുടെ ആ ഒരു സീക്രട്ട് കീപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായ്മ, ഗോസിപ്പിംഗ് നേച്ചർ ഉണ്ട്. മറ്റൊരു സൈഡില് എന്താണ്? ആ ഒരു ഇന്ത്യൻ പുരുഷന്മാരുടെ മൾട്ടിപ്പിൾ ഒരു രീതി, ആറ്റിറ്റ്യൂഡ്. അതായത് പകല് ഭയങ്കര മാസ്കുലിൻ, അതാണ് മാസ്കുലിൻ എന്നാണ് ധാരണ, രാത്രി എന്തുമാകാമെന്നുള്ള ആ 2 ഡിഫറൻസുകളെ കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പറയുന്ന ഒരു പ്ലേ ആണ് നമ്മുടെ നാഗമണ്ഡല എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇന്ത്യൻ ഡ്രാമ, അതാണ് പ്ലേ റൈറ്റിനെ ശപിച്ചിരിക്കുന്നത്. നീ മാസത്തിൽ ഒരു ദിവസം ഉറങ്ങാതിരുന്നില്ലെങ്കിൽ നീ മരിച്ചു പോകും. അതുകൊണ്ട് ആ ദിവസം, അന്ന് ആ മന്ത് അവസാനിക്കുകയാണ്, ആ ദിവസം പരമാവധി ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുന്ന പ്ലേ റൈറ്റിനെ നമ്മൾ കാണുന്നുണ്ട്. ഹി വാസ് കേഴ്സ്ഡ് ദാറ്റ് ഹി വുഡ് ഡൈ ഇൻ കേസ് ഹി സ്ലെപ്റ്റ്. ഉറങ്ങിയാൽ നീ എന്ത് ചെയ്യും? മരിച്ചു പോകും. ഹൂ ഈസ് കുരുഡവ ഇൻ ദ പ്ലേ നാഗമണ്ഡലം? ഇതൊരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദിസ് ഈസ് എ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ. നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ. കുരുഡവ ആരാണ് കുരുഡവ? ബ്ലൈൻഡ് വിമൻ ആണ്. ഇനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ കുരുഡവയും അപ്പണ്ണയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? റാണിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, പക്ഷെ റാണി അവരിൽ നിന്ന് മാറി അപ്പണ്ണയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവരെ നമ്മൾ പ്ലേയിൽ കാണുന്നില്ല. അപ്പണ്ണയുടെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്, ഫാദറും മദറും മരിച്ചു പോയതാണ്. അപ്പണ്ണ മാത്രമേ ഉള്ളൂ, ഒറ്റ മകനാണ്. അപ്പണ്ണ ഒറ്റ മകനാണ്, ഭയങ്കര വെൽത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആണ്
റാണിയെ കൊണ്ട് കെട്ടിക്കുന്നത്. അത് സത്യമാണ്, വെൽത്തിയാണ്, പക്ഷെ അച്ഛനും അമ്മയും ഇല്ല, അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ആ ഒരു സോഷ്യൽ ക്രിറ്റിസിസം കാണാം. അതായത് അച്ഛനും അമ്മയും ഇല്ലാത്ത ഭയങ്കര ധനികനായ ഒരാള് എന്നുള്ളതാണ് അയാളുടെ ആ ഒരു റാണിയെ കല്യാണം കഴിക്കാനുള്ള മാനദണ്ഡം. അല്ലാതെ അവന്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്നുള്ള യാതൊരു തിരക്കലുകളും നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല എന്നുള്ള റെഫറൻസ് കൂടി ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ ഇപ്പോഴും കല്യാണത്തിൽ പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങൾ, കല്യാണത്തിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ വരും അല്ലെ. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് പറയാം, ഇവിടെ അച്ഛനും അമ്മയും ആർക്കില്ല? അപ്പണ്ണയ്ക്കില്ല. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആര്? കുരുടവ. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കുരുടവ. ഓക്കെ, അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കുരുടവ. ഇവരുടെ ബർത്തിൽ പോലും, അതായത് അപ്പണ്ണ ജനിക്കുന്ന മൊമെന്റിൽ സഹായിക്കാൻ ഈ അമ്മയ്ക്ക് ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? കുരുടവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ കുരുടവയ്ക്ക് അപ്പണ്ണയോട് ഭയങ്കര സ്നേഹമാണ്. അപ്പണ്ണ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞപ്പോ ആ കുട്ടിയെ ഒന്ന് കണ്ട് അവര് എങ്ങനെ ജീവിക്കുന്നു എന്ന് അറിയാൻ വരുന്നതാണ് കുരുടവ. ആ കുരുടവയുടെ മുന്നിലേക്കാണ് റാണി സങ്കടങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ റാണിയെ ഹെൽപ്പ് ചെയ്യേണ്ടത് തന്റെ ബാധ്യതയാണെന്ന് കുരുടവ വിശ്വസിക്കുന്നു. പക്ഷെ അപ്പണ്ണയ്ക്ക് കുരുടവയോട് യാതൊരു സെന്റിമെന്റ്സും ഇല്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഹൂ ഈസ് കുരുടവ ഇൻ ദ പ്ലേ? നാഗമണ്ഡല. എന്താണ്? റിലേറ്റീവ് ഓഫ് അപ്പണ്ണ അല്ല, ഫ്രണ്ട് ഓഫ് അപ്പണ്ണ അല്ല, ഒരു തരത്തിലും അല്ല. കുരുടവ വരാതിരിക്കാനാണ് അവിടെ ഒരു ഡോഗിനെയൊക്കെ കൊണ്ടുവന്ന് കെട്ടുന്നത്. ആര്? അപ്പണ്ണ. ഫ്രണ്ട് ഓഫ് അപ്പണ്ണാസ് മദർ. കറക്റ്റ് ആൻസർ. ഫ്രണ്ട് ഓഫ് അപ്പണ്ണാസ് മദർ. അപ്പണ്ണയുടെ അമ്മയുടെ ഫ്രണ്ട് ആണ് കുരുടവ. കുരുടവ ഫ്രണ്ട് ഓഫ് അപ്പണ്ണാസ് മദർ ഹു ഈസ് ആൻ ഓൾഡ് ബ്ലൈൻഡ് ലേഡി. ഒരു ഓൾഡ് ബ്ലൈൻഡ് ലേഡി ആണ്. ബ്ലൈൻഡ് ആണെന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് അറിയണം. അതിനാണ് ഞാൻ പറഞ്ഞത്. ഈവൻ റാണിയുടെ ബ്യൂട്ടി അവർ മനസ്സിലാക്കുന്നത് പോലും ടച്ച് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. ഷീ അഡ്വൈസസ് റാണി ടു യൂസ് 2 മാജിക്കൽ റൂട്ട്സ്. 2 മാജിക്കൽ റൂട്ട്സ് കൊടുക്കും. കഥ ഇങ്ങനെയാണ്. കുരുടവയ്ക്ക് 3 മാജിക്കൽ റൂട്ട്സ് ആണ് കിട്ടിയത്. ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ആരും കല്യാണം കഴിച്ച് കൊണ്ടുപോയില്ല. സോ അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ഈ റൂട്ട്സ് കൊടുക്കുന്നത് ആരാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത്രമാത്രം ഡെപ്തിൽ നമുക്ക് ഇവിടെ പോകാൻ പറ്റില്ല. എന്നാലും 3 റൂട്ട്സ് കിട്ടുന്നു. 3 റൂട്ട്സ് ആണുള്ളത്. ഷോർട്ട് റൂട്ട്, ഒരു മീഡിയം ലെങ്ത് റൂട്ട് ആൻഡ് കുറച്ച് വലിയ റൂട്ട്. ഇതിൽ ഷോർട്ട് റൂട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കുരുടവ യൂസ് ചെയ്യുന്നു. ആൻഡ് ലൈഫ് ലോങ് അവരുടെ ഹസ്ബൻഡ് അവരെ സേവിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ റൂട്ടും കുറച്ച് വലിയ റൂട്ടും ആണ് ബാക്കിയുള്ളത്. അതിൽ ആദ്യത്തെ റൂട്ട് കൊടുക്കും. അത് കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പക്ഷെ എന്ത് ചെയ്യത്തില്ല, അത്രമാത്രം ഇഫക്റ്റ് വരത്തില്ല അപ്പണ്ണയ്ക്ക്. അപ്പണ്ണ ജസ്റ്റ് ഒന്ന് ഫെയിന്റ് ചെയ്ത് വീഴും. അങ്ങനെ പേടിച്ചിട്ടാണ് പിന്നീട് റാണി വലിയ റൂട്ട് അങ്ങോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് ഭയങ്കര റെഡ് കളർ വരും ആ ഒരു അവര് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിന്. ആൻഡ് ആദ്യത്തത് കൊടുത്തപ്പോഴേ ഫെയിന്റ് ചെയ്ത് വീണു. അപ്പം ഇത്രയും വലിയ റൂട്ട് കൊടുത്താൽ എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിട്ടാണ് കൊണ്ടുവന്ന് കളയുന്നതും അത് നാഗത്തിന്റെ പുറത്ത് വീഴുന്നതും. ഇവിടെ ഈ വലിയ റൂട്ട്, ആ റെഡ് കളർ എന്ന് പറയുന്നത്, വലിയ റൂട്ട് ഇട്ടപ്പോഴേ വരുന്ന റെഡ് കളർ ആക്ച്വലി സിംബലൈസസ് ഇന്ത്യൻ വിമന്റെ ഗിൽറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് സെക്സിന്റെ കാര്യം വരുമ്പം, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുമ്പം, അല്ലെങ്കിൽ ഒരു ഡിസയേഴ്സിനെ പറ്റി സംസാരിക്കുമ്പം ഇന്ത്യൻ സ്ത്രീകൾക്ക് യൂഷ്വലി താൻ ഒരു സിന്നാണ്, തന്റെ ശരീരം പോലും സിന്നാണ് എന്നുള്ളൊരു ഭാവമുണ്ട്. സോ ആ റെഡ് കളർ എന്ന് പറയുന്നത് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് അവളുടെ ഉള്ളിലുള്ള ആ ഒരു ഗിൽറ്റ് ആണ്. അതുകൊണ്ടാണ് അത് കൊണ്ടുവന്ന് കളഞ്ഞത് എന്നൊക്കെയാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ്. ഹൗഎവർ ഈ വലിയ റൂട്ട് കൊണ്ടാണ് നാഗയ്ക്ക് അത്രമാത്രം സ്നേഹം ആരോട് വരുന്നത്? റാണിയോട് വരുന്നത്. She advises Ranis to use 2 magical roots, a small one and a big one, which can എന്താണ് ആ ഒരു ഹസ്ബൻഡിന് ആ ഒരു സ്നേഹം എൻജോയ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് വിശ്വസിപ്പിക്കുന്നു. പക്ഷെ ആദ്യം ഒക്കെ പേടിയായിരുന്നു. ആദ്യത്തത് കൊടുത്തു നോക്കുമ്പോൾ ഫെയിന്റ് ചെയ്യുന്നു. പക്ഷെ ലവ് ഉണ്ടാവുന്നില്ല. ഏറ്റവും വലുത് പ്രയോഗിക്കുന്നു. പക്ഷെ അതിന്റെ കളർ കണ്ട് പേടിച്ചിട്ട് കളയുകയാണ് ചെയ്യുന്നത്. അതാണ് നാഗത്തിന് ഇത്രമാത്രം സ്നേഹം റാണിയോട് ഉണ്ടാവാനുള്ള കാര്യം. ഓക്കെ, ഇൻ ഗിരീഷ് കർണാഡ്സ് നാഗമണ്ഡല വാട്ട് ഡസ് കുരുടവ ഗിഫ്റ്റ് റാണി? നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ബാങ്കിൾ അല്ല, ഫ്രൂട്ട്സ് അല്ല, നൺ ഓഫ് ദീസ് അല്ല, മാജിക്കൽ റൂട്ട്സ്. മാജിക്കൽ റൂട്ട്സ് ആണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾഡ് ആൻഡ് ക്യൂരിയസ് വിമൻ ആണ് കുരുടവ. കുരുടവയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. അത് മാത്രമല്ല, ഷീസ് വെരി പ്രാക്ടിക്കൽ കേട്ടോ. അത് നമ്മൾ ആ പ്ലേയിൽ കാണുന്നുണ്ട്. അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് കപ്പണ്ണയാണ് ഈ കുരുടവ ഇങ്ങനെ ചുമന്നുകൊണ്ടേ നടക്കുന്നത്. ഓക്കെ, ചുമന്നുകൊണ്ടേ നടക്കുന്നത് ആരാണ്? കപ്പണ്ണയാണ്. ആൻഡ് അകത്ത് എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ലോക്ക് ചെയ്തേക്കുവോ? പുറത്ത് ആരെയും കാണാനില്ല. അതായത് നമ്മുടെ അപ്പണ്ണയുടെ ബ്രൈഡിനെ കാണാൻ വന്നിട്ട് വീട് ലോക്ക് ചെയ്തേക്കുവാണ്. അപ്പൊ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയും. ബിക്കോസ് കുരുടവയ്ക്ക് കണ്ണ് കാണില്ലല്ലോ. അപ്പൊ ആരും ഇല്ലെന്ന് പറയുമ്പോൾ ഇവര് വഴക്ക് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഒരു സ്ത്രീയുടെ ഡ്രസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നീ ഒന്ന് നോക്കിക്കേ എന്ന് പറയുന്നുണ്ട്. സോ
കണ്ണ് കാണാൻ പറ്റുന്നില്ലെങ്കിലും വളരെ പ്രാക്ടിക്കൽ വിസ്ഡം ഉള്ള ഒരു ലേഡി ആയിട്ടാണ് നമ്മൾ കുരുടവയെ കാണുന്നത്. ആൻഡ് കുരുടവയുടെ സബ്പ്ലോട്ട് ഈസ് വെരി ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സബ്പ്ലോട്ടാണ് കുരുടവയുടെയും കപ്പണ്ണയുടെയും സബ്പ്ലോട്ട്. കപ്പണ്ണയെ കാണാതാകുന്നുണ്ട്. കപ്പണ്ണ ആ ഒരു സെർപ്പൻ ലേഡിയുടെ കൂടെ പോയതാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. സോ അത്തരത്തിൽ ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് വരുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്പ്ലോട്ടാണ് കുരുടവയുടെ ആൻഡ് കപ്പണ്ണ സബ്പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഓൾഡ് ആൻഡ് ക്യൂരിയസ് ലേഡി ആയിട്ടാണ് കുരുടവയെ പറയുന്നത്. ഷി ഗിവ്സ് എ മാജിക്കൽ ഹെർബ് ടു റാണി ആൻഡ് ആസ്ക് ഹർ ടു ഗീവ് ഇറ്റ് ടു ഹർ ഹസ്ബൻഡ് അലോങ് വിത്ത് ദ ഫുഡ്. ഫുഡിന്റെ ഒപ്പം കൊടുക്കാൻ പറയുന്നുണ്ട്. ഷി അഷ്വേഴ്സ് ഹെർ ദാറ്റ് ദ പോർഷൻ വിൽ വിൻ ദ ലവ് ഓഫ് ഹർ ഹസ്ബൻഡ്. ഉറപ്പായിട്ടും നിനക്ക് സ്നേഹം കിട്ടും എന്ന് അഷ്വർ ചെയ്യുന്നുണ്ട്. ദീസ് റൂട്ട്സ് ആർ ഇന്റൻഡഡ് ടു ഹെൽപ്പ് റാണി റീഗെയിൻ ഹെർ ഹസ്ബൻഡ്സ് ലവ് ബട്ട് ദേ പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദി അൺഫോൾഡിങ് ഓഫ് ദി സ്റ്റോറി. പക്ഷെ നാഗമണ്ഡലയാവാൻ കാരണമായത് ഈ റൂട്ട്സ് ആണ്. ഈ റൂട്ട്സ് സ്വന്തം ദേഹത്തേക്കോ ഒക്കെ വീഴുമ്പോഴാണ് ശരിക്കും നാഗത്തിന് ഇത്രമാത്രം സ്നേഹം, അത്രയും ഇന്റൻസിറ്റി ഉള്ള ലവ് നമ്മൾ കാണുന്നത്. ആൻഡ് ഇതിന്റെ ഈ ഒരു പ്ലേയുടെ തിയേറ്ററിക്കൽ ആസ്പെക്റ്റുകൾ വളരെ അധികമാണ്. ബിക്കോസ് പ്ലേ ആയിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, തിയേറ്ററിക്കൽ പെർഫോമൻസിന് തന്നെയാണ് പ്ലേ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നാഗമണ്ഡല ഈസ് എ ഡാഷ് പ്ലേ. ചോദിക്കാവുന്ന ചോദ്യമാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, അത് നടത്തിയത് കർണാട് തന്നെ കേട്ടോ, കർണാട് തന്നെ. പക്ഷെ അദ്ദേഹം ആദ്യമായിട്ട് പ്ലേ എഴുതുന്നത് കന്നഡയിലാണ്. നാഗമണ്ഡല ആദ്യമായിട്ട് എഴുതപ്പെടുന്നത് കന്നഡയിലാണ്. പിന്നീട് ഇത് ട്രാൻസ്ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടേക്കുന്നത്. ട്രാൻസ്ലേറ്റിനെക്കാട്ടിലും കറക്റ്റ് വാക്ക് ട്രാൻസ്ക്രിയേറ്റ് ആണ്. കാര്യം എഴുതിയ ആള് തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇംഗ്ലീഷിലോട്ട്. Then Nagamandala is a Kannada play. It is written by Girish Karnad in 1987-88, published in 1988. Nagamandala means play with cobra and ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് A.K. രാമാനുജനാണ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. നാഗമണ്ഡല മീൻസ് ഇവിടെ പ്ലേ വിത്ത് ഫയർ അല്ല, ഗോഡ് അല്ല, നേച്ചർ അല്ല, പ്ലേ വിത്ത് കോബ്രയാണ്. പക്ഷെ ദിസ് ഈസ് ആക്ച്വലി ഇതിൽ നമുക്ക് നാഗമണ്ഡല 4 നറേറ്റീവ് ലെവൽസ് ഉള്ള ഒരു പ്ലേ ആണ്. പിന്നെ മണ്ഡല സ്ട്രക്ചർ എന്താണെന്നൊന്ന് നോക്കണം, ജസ്റ്റ് ഒന്ന് നോക്കണം. മണ്ഡല സ്ട്രക്ചർ എന്താണ്? മണ്ഡല സ്ട്രക്ചറിൽ 3 പേര് വെച്ചിട്ടുള്ള പ്ലോട്ടുകളാണ്, 2 ട്രയാങ്കിൾസ് ആണ്, അതിലൊരു സ്ക്വയർ ഉണ്ട്. നമ്മൾ കുറെ ഡീറ്റെയിൽ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നാഗമണ്ഡല എന്നുള്ള പേരൊക്കെ വരുന്നത്. ഓക്കെ, ദ പ്ലേ നാഗമണ്ഡല ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ദ പ്ലേ സർക്കിൾസ് അറൌണ്ട് ദ സ്നേക്ക് വിച്ച് ചേഞ്ചസ് ഇറ്റ് ഫോം ഇൻ ടു ഹ്യൂമൻ ബീങ് ടു മീറ്റ് ഹിറ്റ്സ് ബിലവഡ്. തനിക്ക് ഇഷ്ടപ്പെട്ട, തനിക്ക് പ്രിയങ്കരിയായിട്ടുള്ള റാണിയെ കാണാൻ വേണ്ടി രൂപം മാറുന്ന നാഗം ആണ് കഥയിൽ. ആൻഡ് നാഗത്തിന്റെ കുറെ എൻകൗണ്ടേഴ്സും സീൻസും ഒക്കെ ഉണ്ട്. നമ്മൾ കാണുന്നുണ്ട്. ആദ്യം ഡോഗിനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പണ്ണ, ആരും വരാതിരിക്കാൻ. ആക്ച്വലി കുരുടവ വരാതിരിക്കാനാണ്. പക്ഷെ ഡോഗിനെ ആര് കില്ല് ചെയ്യുന്നു? നാഗ കില്ല് ചെയ്യുന്നുണ്ട്. ദെൻ മങ്കൂസിനെ കൊണ്ടുവരുന്നുണ്ട്. മങ്കൂസും നാഗയും തമ്മിൽ ഭയങ്കര ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ നാഗത്തിന്റെ ദേഹമൊക്കെ മുറിയുന്നുണ്ട്. കുറച്ച് ദിവസം നാഗ വരുന്നില്ല. അപ്പോഴേക്കും റാണിയുടെ സ്നേഹം ഇരട്ടിക്കും. പക്ഷെ ഭയങ്കര ഒരു നമ്മൾ പറയുമല്ലോ, ഗംഭീരമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹിത്യ രചനയാണ് നാഗമണ്ഡല. അതില് പകല് വരുന്ന അപ്പണ്ണയുടെ ദേഹത്ത് ഈ മുറിവുകളൊന്നുമില്ല, ഒരു മുറിവുകളുമില്ല. രാത്രി പിന്നീട് വന്നു തുടങ്ങുന്ന നാഗത്തിന്റെ ദേഹത്ത് ഇങ്ങനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വൂൺസ് ഉണ്ട്. എന്നിട്ട് പോലും റാണി ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. റാണി ക്വസ്റ്റ്യൻ ചെയ്യാത്തതിന്റെ കാരണം, ഒന്ന്, ഡു നോട്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന നാഗത്തിന്റെ ഒരു ഓർഡർ ഉണ്ട്. 2, താൻ ചോദിച്ചാല് പിന്നീട് നാഗം വന്നില്ലെങ്കിലോ, നാഗം അപ്പണ്ണയാണ് എങ്കിൽ പോലും, അപ്പണ്ണയുടെ രൂപത്തിലാണ് വരുന്നത് എങ്കിൽ പോലും അപ്പണ്ണ വന്നില്ലെങ്കിലോ എന്ന് ചിന്തിക്കുന്ന ആ റാണിയുടെ ലവിന്റെ ഇന്റൻസിറ്റി നമ്മൾ കാണുന്നുണ്ട്. അതായത് താൻ നിൽക്കുന്നത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ നാഗത്തിന്റെ സ്നേഹം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചോദിക്കാതിരിക്കുന്ന റാണിയുണ്ട്. ആ റാണിയൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഗിരീഷ് കർണാട് എന്ത് ചെയ്തിരിക്കുന്നത്, നാഗമണ്ഡലയിൽ നമ്മുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള പ്ലേ ആണ് ഇവിടെ. സോ ആ നാഗത്തിന്റെ സ്നേഹത്തെ പറ്റിയൊക്കെയാണ് ഇവിടെ പറയുന്നത്. The title of the play Nagamandala is extremely significant. It highlights one of the dramatic character around which the entire story develops. പക്ഷെ പ്രൊട്ടഗോണിസ്റ്റ് ആര് തന്നെ? റാണി തന്നെ. Who wrote the play? നമുക്ക് അതിലോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഗിരീഷ് കർണാട് തന്നെയാണ് ആൻസർ. അദ്ദേഹമാണ് നാഗമണ്ഡല എഴുതിയത്. What advice Naga gave Rani to prove her innocence in the play Nagamandala? ശരിക്കും പ്രഗ്നന്റ് ആണെന്ന് അറിയുന്ന സമയത്ത് റാണി ബഹളം വെക്കുന്നുണ്ട്.
നാഗുവായിട്ടൊക്കെ അന്നേരമാണ് നമ്മൾ ശരിക്കും ഒരു ഹസ്ബൻഡ് വൈഫ് അടിയൊക്കെ ഇതിന്റെ അകത്ത് കാണുന്നത്. അതുവരെ വൈഫ് ഭയങ്കര സൈലന്റ് ആയിരുന്നു. ശരിക്കും അടി നടക്കുന്നുണ്ട്. ആൻഡ് അവള് പറയുന്നുണ്ട്, ഞാൻ എന്നെ നിങ്ങൾ കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന സമയത്ത് നാഗത്തിനോടാണ് പറയുന്നത്, ബിലീവിങ് അത് അപ്പണ്ണയാണെന്നാണ് വിശ്വാസം അവളുടെ. നിങ്ങള് കല്യാണം കഴിച്ചോണ്ട് വന്ന സമയത്ത് ഞാൻ വെറും ഒരു കുട്ടിയായിരുന്നു, ഞാനൊരു കുട്ടിയായിരുന്നു, ആൻഡ് ജസ്റ്റ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തൊരു കുട്ടി മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഞാനൊരു വിമൻ ആണ്, കംപ്ലീറ്റ് വിമൻഹുഡ് മദർഹുഡിലൂടെയും ഫിസിക്കൽ റിലേഷൻഷിപ്പിലൂടെയും അറ്റൈൻ ചെയ്ത ഒരു ലേഡിയാണ്. ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നുണ്ട്. ഇനി എന്നോട് ഇങ്ങനെ ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ പറയരുത് എന്ന് ആര് പറയുന്നുണ്ട്? റാണി പറയുന്നുണ്ട്. ആൻഡ് പിന്നീട് അവള് പറയുന്ന ഒരു കാര്യം, ശരിക്കും ഈ ഒരു ട്രാൻസിഷൻ എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. നൈറ്റിൽ ഇത്രയും സ്നേഹം, പകല് കംപ്ലീറ്റ്ലി ഇൻഡിഫറൻറ്റ്, ആൻഡ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് അത് പറയുന്നുണ്ട്. 5 മാസമായിട്ടാണ് റാണി പറയുന്നത്. ബിക്കോസ് റാണി ഇയാൾ ഇൻഡിഫറൻറ്റ് ആകുമോ എന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. വിചാരിച്ച പോലെ തന്നെ നടന്നു. പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, അപ്പണ്ണ ആ സത്യം അറിയുമ്പം ഇവളെ വലിച്ചഴച്ച് വില്ലേജ് എൽഡേഴ്സിന്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ അങ്ങേയറ്റത്തെ മോശം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. നിന്റെ വയറ്റിൽ എന്തോ എയറാണോ കയറിയിരിക്കുന്നതെന്ന് വരെ ചോദിക്കുന്ന ആ ഒരു വെറും കൊളോക്കിയൽ ലാംഗ്വേജിൽ സംസാരിക്കുന്ന അപ്പണ്ണയെ നമ്മൾ കാണുന്നുണ്ട്. എകൈൻ രാത്രി വരുന്ന നാഗത്തിന്റെ മുഖം മൊത്തം സങ്കടമാണ്, ഒന്നും പറയാനില്ല, തുറന്നു പറയാൻ പറ്റില്ല അയാൾക്ക്. നാഗത്തിന് കംപ്ലീറ്റ് ആയിട്ട് സ്നേഹമാണ് റാണിയോട്. നാഗം അവളോട് പറയുന്നുണ്ട്, എനിക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എക്സെപ്റ്റ് നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ആ ഒരു ഇത് പ്യൂരിറ്റി തെളിയിക്കാൻ വേണ്ടി നീ ഒരു സ്നേക്ക് ഓർഡിയൽ ചെയ്യും. അതായത് ഒരു പാമ്പിനെ പിടിച്ച്, എന്നെ തന്നെയാണ്, പക്ഷെ അത് അറിയത്തില്ലല്ലോ, റാണിക്ക് അറിയത്തില്ല. നാഗത്തിനെ പിടിച്ചിട്ട് നീ പറയൂ, പക്ഷെ നീ സത്യം മാത്രമേ പറയാവൂ. അവിടെ നീ എന്തു മാത്രമേ പറയാവൂ? സത്യം മാത്രമേ പറയൂ. ഇവിടെ ക്രിട്ടിക്സിന് 2 അഭിപ്രായമുണ്ട്. ഒന്ന്, റാണിയെ കൊല്ലാനാണ് നാഗം പ്ലാൻ ചെയ്തത് എന്നും, അതായത് അപ്പണ്ണയിൽ നിന്നാണ് താൻ പ്രഗ്നന്റ് ആയതെന്ന് പറയുമ്പോൾ അത് തെറ്റാണല്ലോ, അപ്പൊ സ്നേക്കിന് കില്ല് ചെയ്യാം. അതല്ല, അവളിനി എന്തു പറഞ്ഞാലും അവളെ ഒന്നും ചെയ്യാതെ അവളുടെ ഇന്നസെൻസ് അങ്ങ് ആൾക്കാരുടെ ഫ്രണ്ടിൽ പ്രൂവ് ചെയ്യാമെന്നുള്ള നാഗത്തിന്റെ മൈൻഡ് സെറ്റും ക്വസ്റ്റ്യനിങ് വരുന്നുണ്ട്. ആ ഒരു 2 ഡ്യുവൽ ടോൺസും വരുന്നുണ്ട്. അപ്പൊ നാഗം എന്താണ് റാണിയോട് പറഞ്ഞത് ടു പ്രൂവ് ഹർ ഇന്നസെൻസ് ഇൻ ദി പ്ലേ എന്ന് ചോദിച്ചാൽ ടു ടേക്ക് സ്നേക്ക് ഓർഡിയൽ ആണ്. ടു ടേക്ക് സ്നേക്ക് ഓർഡിയൽ എന്നുള്ളതാണ് ഉത്തരം. The myth of ordeal has a mythical significance in നാഗമണ്ഡല. ബിക്കോസ് നമുക്കറിയാം എന്താണ് നാഗത്തിനെ പിടിച്ച്, അല്ലെങ്കിൽ സത്യപരീക്ഷകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സീതാ റെഫറൻസുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. സത്യപരീക്ഷകൾ, സ്നേക്ക്, ഫയർ വെച്ചിട്ടൊക്കെ നമുക്ക് ഓർഡിയൽ ചെയ്യാം നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് ഒരു മിത്തിക്കൽ റെഫറൻസ്. ഇൻ നാഗമണ്ഡല റാണി ഹാസ് ടു അണ്ടർഗോ ആൻ ഓർഡിയൽ ഇൻ ഓർഡർ ടു പ്രൂവ് ഹർ ഇന്നസെൻസ്. ആൻഡ് അവൾ അഡൾട്ടറി ഒന്നും കമ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്നേക്ക് ഓർഡിയൽ എടുക്കാമെന്ന് പറയുന്നുണ്ട്. നാഗയാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് എന്നിട്ട് റാണിക്ക് മനംമാറ്റമൊക്കെ ഉണ്ട്, പേടിയാണ് കോബ്രയെ കാണുമ്പോൾ. പിന്നീട് പോയി അയൺ റോഡ് എടുക്കാന്നൊക്കെ പറയുന്നു. പിന്നെ പെട്ടെന്ന് കപ്പണ്ണയുടെ ലൈഫ് കുരുടമ ഒന്ന് പറഞ്ഞറിയുമ്പോൾ, അതായത് ബിയോണ്ട് ദ വേൾഡിൽ നിന്ന് ക്രീച്ചേഴ്സ് നമ്മുടെ ബെഡിലോട്ട് വരാം എന്ന് കേൾക്കുമ്പോഴാണ് റാണിക്ക് ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ട് റാണി പിന്നെയും പോയി അല്ല ഞാൻ സ്നേക്ക് ഓർഡിയൽ ചെയ്യാമെന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഡിഡ് ദ പ്ലേ നാഗമണ്ഡല എക്സ്പോസ്? എന്താണ് നാഗമണ്ഡല എക്സ്പോസ് ചെയ്ത്? ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഫാമിലി ലൈഫ് ആണോ? ഒരിക്കലും അല്ല. സുപ്പീരിയർ പവർ ഗിവൺ ടു വിമൻ ആണോ? അല്ല. ഇവിടെ ഒരു സംശയം വരാം, ഇലമെന്റ്സ് ഓഫ് മാരേജ് വരാം, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇൻ ദ ഇൻകാർണേഷൻ ഓഫ് വിമൻ. ഓപ്ഷൻ ഏതാണ് ശരിയായ ആൻസർ? ഡി, എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഒരേ സമയത്ത് സ്ത്രീയെ കുടുംബത്തിന്റെ അകത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യും, പക്ഷേ ദേവിയായിട്ട് എന്ത് ചെയ്യും? പ്രതിഷ്ഠിക്കാനും പറ്റുന്ന ഒരു സൊസൈറ്റിയാണ്. അതായത് ഒരേ സമയം ഫാമിലിയിൽ അവൾക്ക് റെസ്പെക്ട് കിട്ടേണ്ട കാര്യമില്ല, പക്ഷെ അവളെ ദേവിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാഴ്ത്താൻ പറ്റുന്ന ആ ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. കർണാട് ത്രൂ ദ പ്ലേ എക്സ്പോസസ്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ക്രിറ്റിസിസം ഉണ്ട്, മെന്റെ ആ ഒരു ഡബിൾ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെ കാണിക്കുന്നുണ്ട്, വിമന്റെ ഗോസിപ്പിംഗ് നേച്ചർ ഉണ്ട്, എല്ലാം ഉണ്ട്. കർണാട് ത്രൂ ദ പ്ലേ എക്സ്പോസസ് ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇൻകാർണേഷൻ ഓഫ് വിമൻ ദാറ്റ് ഒക്കേഴ്സ് ത്രൂ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് മിത്തുകൾ പറയുന്നുണ്ട്, മിത്തുകളുടെ മനുഷ്യന്മാർക്കുള്ള പേടി. സോ അവസാനം അപ്പണ്ണ, അതായത് തന്നിൽ നിന്നല്ല വൈഫ് പ്രഗ്നന്റ് ആയതെന്ന് അറിഞ്ഞിട്ടും സ്നേക്ക് ഓർഡിയലിൽ വിജയിക്കുന്ന ആ ഒരു റാണിയെ അക്സെപ്റ്റ് ചെയ്യാൻ ആര് തയ്യാറാവുന്നുണ്ട്? അപ്പണ്ണ തയ്യാറാവുന്നുണ്ട്. സോ സൊസൈറ്റിയെ പേടിച്ച്, മിത്തുകളെ പേടിച്ച് അദ്ദേഹം ആ ഒരു റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദ പ്ലേ ഓൾസോ മോക്സ് ദ ഐഡിയ ഓഫ് ചാസ്റ്റിറ്റി. ശരിക്കും പരിശുദ്ധി എന്താണെന്നുള്ളതിനെ കളിയാക്കുന്നുണ്ട്. വിമന്റെ ഇമാൻസിപ്പിക്കേഷനും അതുപോലെ തന്നെ എംപവർമെന്റ് നമ്മൾ കാണുന്നുണ്ട്. ബിക്കോസ് അവസാനം ഒരു സ്നേക്ക് ഒക്കെ തലയിൽ കയറിയിരുന്ന റാണി ഒരു ഗോഡസിലേക്ക് ഫിഗർ ആവുന്നതും അവളെ ഇൻകാർണേഷൻ ഓഫ് ഗോഡസസ് എന്ന് വിളിക്കുന്നതും പിന്നീട് പിൽക്കാലം മുഴുവൻ അവർക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ മോക്ക് ചെയ്യുന്നുണ്ട്.
It is the play resonating the persistent predicaments of women in the Indian rural society. Okay. What happens when Rani gives Appanna the milk with the root paste in the play Nagamandala? ആദ്യം റൂട്ട് പേസ്റ്റുമായിട്ടുള്ള മിൽക്ക് കൊടുക്കുമ്പോൾ, അതായത് രണ്ടാമത്തത് കൊടുക്കുന്നേ ഇല്ല, അതിന്റെ റെഡ് കളർ കണ്ടിട്ട് അവള് പേടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആദ്യത്തത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തത് കൊടുക്കുമ്പോൾ അപ്പണ്ണ ജസ്റ്റ് ഒന്ന് ഫെയിന്റ് ചെയ്ത് വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ. ഹി ഫോൾസ് ഇൻ ടു ഡീപ് സ്ലീപ്പ് ഫോർ എ വൈൽ. കുറച്ചു നേരം അദ്ദേഹം കിടന്ന് അവിടെ ഉറങ്ങുവാണ്, കുഞ്ഞി റൂട്ട് കൊടുത്തപ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കണം. ഷി ആസ്ക് ഹർ ടു മിക്സ്. ആരാണ് പറയുന്നത്? കുരുടവയാണ് റൂട്ട് കൊടുക്കുന്നത്. So next day she does so and Appanna falls unconscious only to regain consciousness after a minute. കുറച്ചു നേരത്തേക്ക് ഒന്ന് ബോധം കെടും, എന്നിട്ട് അങ്ങ് പോകും. അതറിയുമ്പോൾ കുരുടവ പറയുന്നത് എന്തോ അത്രയ്ക്ക് മാജിക്കലി ആണ് നമ്മുടെ അപ്പണ്ണയെ കോൺകുബൈൻ കയ്യിലാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് കുരുടവ പറയുന്നത്. അപ്പൊ അത്രമാത്രം ഇഫക്റ്റ് ഉണ്ട് അവളുടെ ആ ഒരു എന്താണ് ആ ഒരു മാജിക്കൽ സ്പെല്ലിനും അപ്പണ്ണയുടെ പുറത്തെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് അവര് ജസ്റ്റ് ഒന്ന് ഫോൾ ചെയ്തിട്ട് അങ്ങ് പോയത് എന്നാണ് കുരുടവ എക്സ്പ്ലനേഷൻ പറയുന്നത്. ഹൂ ട്രാൻസ്ലേറ്റഡ്? ആരാണ്? ഗിരീഷ് കർണാട്. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. ട്രാൻസ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ശരിയാണ്. ട്രാൻസ്ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ശരിയാണ്. Nagamandala is an Indian play written by Girish Karnad, which was originally written in Kannada and later translated into English by the author himself. Author തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. It is based on Kannada folk tales. രാമാനുജൻ, A.K. രാമാനുജൻ പറഞ്ഞ folk tales നിന്നുള്ളതാണ്. മിത്തിക്കൽ ഉണ്ട്, സർറിയൽ ഉണ്ട്, ഡൊമസ്റ്റിക് ഡ്രാമയാണ്. ആൻഡ് പ്രലോഗം 2 ആക്ടുകളുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആർക്കാണ്? A.K. രാമാനുജനാണ്. Fill in the blanks. In the play Nagamandala, the story is narrated to a. ആരോടാണ് കഥ പറയുന്നത്? ഇമ്പോർട്ടന്റ് ആണ്. ആരോടാണ് കഥ പറയുന്നത്? സ്റ്റോറി നറേറ്റ് ചെയ്തിരിക്കുന്നത് മാന്റെ കൂടെ കേട്ടോ. അതാണ് നമ്മളെ ബാക്കിയെല്ലാം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് പക്ഷെ ആ പ്രൊലോഗിൽ വരുന്ന ഒരു വലിയ പ്ലോട്ടാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്ലേയിന്റെ അകത്തൊരു പ്ലേ ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി പറയുന്നത് നമ്മളെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറി പറയുന്നത് മാനോടാ. ഈ മാൻ ആരാടെ? പ്ലേറൈറ്റാ. പ്ലേറൈറ്റിനോടാണ് കഥ പറയുന്നത്. അദ്ദേഹം ഉറങ്ങാതിരിക്കാനാണ് കഥ പറയുന്നത്. ഉറങ്ങാതിരിക്കാൻ, അദ്ദേഹത്തെ കേൾപ്പിക്കാനാണ് എന്ത് പറയുന്നത്? കഥ പറയുന്നത്. കഥ പറയുന്നത് ആരാ? സ്റ്റോറിയാണ്. കഥ പറയുന്നത് സ്റ്റോറി തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങൾ ആ പ്രൊലോഗിന്റെ ഡീറ്റെയിൽഡ് സമ്മറി ഒന്ന് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റോറിയാണ് കഥ പറയുന്നത്. ആരോടാണ് കഥ പറയുന്നത്? മാനോട്. മാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്ലേറൈറ്റ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ കപ്പണ്ണ ഇൻ ദ പ്ലേ നാഗമണ്ഡല? കപ്പണ്ണ എന്ന് പറയുന്ന പേര് കൊണ്ട് എന്താണ് നാഗമണ്ഡലയിൽ കാണിക്കുന്നതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കപ്പണ്ണ എന്ന് പറഞ്ഞാൽ ഡാർക്ക് വൺ എന്നാണ് പറയുന്നത്. ഡാർക്ക് വൺ എന്നാണ് പേരിൽ പറയുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും അറിയാം ഡാർക്ക് വൺ എന്ന് പറഞ്ഞാലും അദ്ദേഹം ഡാർക്ക് അല്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പേരുകളെല്ലാം റാണി ക്യൂൻ തന്നെയാണ്. അപ്പണ്ണ ക്യാൻ ബി എനി മാൻ, കുരുടവ ബ്ലൈൻഡ് വൺ, കപ്പണ്ണ ഡാർക്ക് വൺ. ഇത് ഓർക്കേണ്ട കാര്യമാണ്. കപ്പണ്ണ ആണ് കുരുടവയുടെ മകനാണ്. അദ്ദേഹം കപ്പണ്ണയാണ് ഡാർക്ക് വൺ എന്ന് വിളിക്കുന്നത്. കുരുടവ കോൾസ് ഹിം കപ്പണ്ണ ബിക്കോസ് ഹെർ ഐസ് നോ ഓൺലി ദ ഡാർക്ക്. എന്തുകൊണ്ടാണ് കപ്പണ്ണയെ ഡാർക്ക് വൺ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് അവരുടെ കണ്ണുകൾക്ക് ഇരുട്ട് മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് കപ്പണ്ണ എന്തെന്ന് പറയുന്നത്? ഡാർക്ക് വൺ എന്ന് പറയുന്നത്. കുരുടവ ഈസ് എ ബ്ലൈൻഡ് വിമൻ. അത് നമ്മൾ എടുത്തു പറഞ്ഞ കാര്യമാണ്. ഓൺ ദ മിറർ ബോക്സ് വാട്ട് ഇമേജ് ഡിഡ് റാണി സീ ഇൻ ദി പ്ലേ നാഗമണ്ഡലം? ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനാണ്. 2 സീനുകളിലാണ് നാഗയുടെ ഒരു റെഫറൻസ് വരുന്നത്. ഒന്ന്, അത് ശരിക്കും ആ ഒരു ആക്ട് 2 നാഗ ഇങ്ങനെ തിരിഞ്ഞിട്ട് അപ്പണ്ണാവുന്ന ഒരു സീനുണ്ട്. പ്രോപ്പർ ആയിട്ട് നമ്മളത് കാണുന്നുണ്ട്. നാഗ ഇങ്ങനെ തിരിഞ്ഞിട്ട് നാഗ അപ്രത്യക്ഷനാവുന്നു. ദെൻ അപ്പണ്ണ ആണ് ആ കറങ്ങി വരുന്ന അതിലെ രൂപമാറ്റം, അതായത് ഭാവങ്ങളിലെ വ്യത്യാസത്തിലാണ് നാഗ അപ്പണ്ണ. അത്ര മൈന്യൂട്ട് ആയിട്ടുള്ളൊരു ബൗണ്ടറിക്ക് അപ്പുറമാണ് ഈ 2 ക്യാരക്ടേഴ്സിനെ നിർത്തിയിരിക്കുന്നത്. സോ ആ ഒരു നാഗഭരണ എന്ന് പറയുന്ന ആ ഒരു മൂവിയിൽ നമ്മൾ കൃത്യമായിട്ട് ആ പ്രകാശ് രാജിന്റെ അഭിനയം കാണുന്നുണ്ട്. പ്രോപ്പർ ആയിട്ട് ആക്ട് ചെയ്തേക്കുവാണ്. പ്രോപ്പർ ആയിട്ടാണ് ആ ഒരു നാഗ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോ അപ്പണ്ണയാവുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ തന്നെ ഇവർ രണ്ടുപേരും രണ്ട് ക്രീച്ചേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഒരാൾ സെർപ്പന്റും ഒരാൾ ഹ്യൂമനും ആണ്. സെർപ്പന്റ് ഹൈലി റൊമാൻറ്റിക് ആണ്, പക്ഷെ ഹ്യൂമൻ ഭയങ്കര ക്രൂവൽ ആണ്. സോ ആ ഒരു വേരിയേഷൻസ് ഒക്കെ എന്ത് ഭംഗിക്കാണ് ആ ഒരു ഫിലിമിൽ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ്സുകളിലൊക്കെ എടുത്ത് പറഞ്ഞ കാര്യമാണ്. മിറർ ബോക്സിൽ റാണി കാണുന്നത് എന്താണ്? ആ ഒരു ഇൻ ദ പ്ലേ നാഗമണ്ഡലയിൽ എന്താണ് കാണുന്നത് എന്നൊരു ചോദ്യമുണ്ട്. കിങ് കോബ്രയുടെ ഇമേജ് ആണ് കാണുന്നത്. അത് എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒരു രാത്രി
റാണി എന്ത് കാണുന്നുണ്ട്? ആ നാഗത്തിന്റെ ദേഹത്തും ചീക്കിലും ഒക്കെ വൂൺസ് കാണുന്നുണ്ട്. എന്നിട്ട് അത് കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ ദേഹത്ത് മുറിവുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മിറർ ബോക്സ് എടുത്തോണ്ട് വരുന്നു. എങ്ങനെയാണ്? ഡോഗുമായിട്ട് നടന്ന ഫൈറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഡോഗിന് ആദ്യം നിർത്തുന്നു അപ്പണ്ണ, പിന്നീട് മങ്കൂസിന് നിർത്തുന്നു. ഡോഗുമായിട്ട് നടന്ന ഫൈറ്റിലാണ് ചീക്കിൽ ചെറുതായിട്ട് മുറിവ് വരുന്നത്. അത് കാണിക്കാനായിട്ട് ഇത് കണ്ടില്ലേ, മുറിവ് കണ്ടില്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതാണ് റാണി. പക്ഷെ റാണി കാണുന്നത് എന്താണ്? ആ മിറർ ബോക്സിൽ കാണുന്നത് കിങ് കോബ്രയാണ്. ആ റിഫ്ലക്ഷനിൽ ശരിക്കും നാഗത്തിന് തന്നെയാണ് അവള് കാണുന്നത്. ഷീ സീസ് ആൻ ഇമേജ് ഓഫ് ദി കോബ്ര ഇൻ ദി മിറർ ആൻഡ് എന്നിട്ട് അന്നേരം തന്നെ സ്ക്രീം ചെയ്യുവാണ്, കരഞ്ഞ് നിലവിളിച്ച് ഓടുവാണ്. അറ്റ് വൺസ് ഷീ ഷട്ട്സ് ദ ബോക്സ് ആൻഡ് പുഷസ് ഇറ്റ് അവേ. അന്നേരം അത് അടച്ചു കളഞ്ഞിട്ട് എറിയാണ്. ഷീ സേസ് ബൈ മൈമിങ് ദാറ്റ് ഷീ ഹാസ് സീൻ എ കോബ്ര ഇൻ ദ മിറർ. അതും ഇങ്ങനെ പറഞ്ഞ എക്സ്പ്രഷൻസ് കൊണ്ടാണ് പറയുന്നത്, ഏതാണ്ട് ഒരു കോബ്ര അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പേടിച്ച് ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ആരുടെ റിഫ്ലക്ഷൻ തന്നെ? നാഗത്തിന്റെ റിഫ്ലക്ഷൻ തന്നെ. വെൻ വാട്ട് എൻഡ് ഡിഡ് ദ മാൻ സജസ്റ്റ് ഇൻ ദി പ്ലേ നാഗമണ്ഡല? നാഗമണ്ഡലയിൽ അവസാനം ആ മാൻ പോസിബിൾ എൻഡിങ്സ് 3 എൻഡിങ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് എൻഡിങ് സ്റ്റോറി പറയുന്നതാണ്, പിന്നത്തെ 2 എൻഡിങ്സ് കൂടെ ഉണ്ട്. ആ എൻഡിങ്സ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോക്കണം, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മാൻ സജസ്റ്റ് ചെയ്യുന്ന എൻഡിങ് എന്താണെന്നുള്ളതാണ്. കോബ്ര എലൈവ് ആണ് ആൻഡ് റാണി അദ്ദേഹത്തെ എവിടെ കീപ്പ് ചെയ്യുന്നു? മുടിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പണ്ണയുടെ കൂടെ ജീവിക്കുന്നു, പക്ഷെ കോബ്രയെ തലയിൽ കീപ്പ് ചെയ്യുന്നു. ആ 3 എൻഡിങ്സും എന്തൊക്കെയാണെന്ന് അറിയണം കേട്ടോ. അത് പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ട് എക്സാം ഹാളിലോട്ട് പോവാവൂ. ദെൻ ഹൂ ഈസ് കൺസിഡേർഡ് ആസ് എ ഡിവൈൻ ബീയിങ് ആഫ്റ്റർ ദ സ്നേക്ക് ഓഡിയൽ ഇൻ ദി പ്ലേ? സ്നേക്ക് ഓഡിയൽ കഴിഞ്ഞപ്പോൾ ആരാണ് ദൈവത്തിന് സമമായിട്ട്? റാണിയാണ്. ബിക്കോസ് റാണി സ്നേക്ക് ഓഡിയിലൂടെ തന്റെ പ്യൂരിറ്റി മറ്റു ഉള്ളവർക്ക് മുൻപിൽ പ്രൂവ് ചെയ്യുന്നു. ആൻഡ് അവളുടെ ദേഹത്ത് കൂടി നാഗ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതിന് ശേഷം ഇൻകാർണേഷൻ ഓഫ് ഗോഡസസ് ആയിട്ടാണ് നമ്മൾ ആരെ കാണുന്നത്? റാണിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ റാണിയാണ് ആൻസർ. ഹൂ ഈസ് കൺസിഡേർഡ് ആസ് എ ഡിവൈൻ ബീയിങ് ആഫ്റ്റർ ദ സ്നേക്ക് ഓഡിയൽ ഇൻ ദി പ്ലേ നാഗമണ്ഡലം എന്ന് ചോദിച്ചാൽ റാണി എന്നാണ് അതിന്റെ ആൻസർ. റാണിയാണ് ഓഡിയൽ എടുക്കുന്നതും അവസാനം പ്രൂവ് ചെയ്യുന്നതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ സ്നേക്ക് സിംബലൈസ് ഇൻ ദി പ്ലേ നാഗമണ്ഡല? നാഗമണ്ഡലയിൽ ശരിക്കും ആ നാഗ എന്താണ് സിഗ്നിഫൈൻസ് ചെയ്യുന്നത്? ആക്ച്വലി ലവ് എലമെന്റ്സ് ഉണ്ട്, ഈവളും ഡിസ്ട്രക്ഷനും അല്ല. ബിട്രയൽ ആൻഡ് ഡിസീറ്റ്, പൂർണ്ണമായിട്ട് നാഗ ചതിക്കുന്നതല്ല. നാഗയ്ക്ക് മറ്റു ഓപ്ഷൻ ഇല്ല. നാഗയ്ക്ക് എങ്ങനെയും റാണിയെ നേടണം, അതിന് അപ്പണ്ണയുടെ രൂപത്തിൽ വന്നേ പറ്റൂ. ആൻഡ് ഫൈനലി റാണിയെ സേവ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒരു ബിട്രയൽ ഇല്ല. പവർ ആൻഡ് ഗ്രീഡ് അല്ല, പകരം ഫെർട്ടിലിറ്റി ആൻഡ് ലവ്. നമ്മളത് ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സ്നേക്ക് റെപ്രസെന്റ്സ് ഫെർട്ടിലിറ്റി. നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം നാഗപ്രീതി, അതായത് സന്താനങ്ങൾ ഉണ്ടാകാനായിട്ട് നാഗപ്രീതി നടത്തുന്ന നാടാണ് നമ്മുടേത്. സോ എപ്പോഴും സ്നേക്ക് റെപ്രസെന്റ്സ് എന്താണ്? ഫെർട്ടിലിറ്റി ആണ്, ഫെർട്ടിലിറ്റിയും ലവും ആണ്. ആൻഡ് ഈവൻ നമ്മൾ പ്ലേയിൽ തന്നെ കാണുന്നുണ്ട്, നാഗം പറയുന്നുണ്ട്, ഞാൻ അവൾക്ക് എല്ലാം കൊടുത്തു അല്ലെ, ഞാൻ അവൾക്ക് എല്ലാം കൊടുത്തു, ഒരു ജീവിതം കൊടുത്തു, ഒരു കുഞ്ഞിനെ കൊടുത്തു, അവൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ഹസ്ബൻഡിനെ അവൾക്ക് ഞാൻ കൊടുത്തു. സോ ഞാൻ അവൾക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്, പിന്നെ എനിക്ക് അവളെ ചെന്നൊന്ന് കണ്ടൂടെ എന്ന് നാഗം ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് ആക്ച്വലി. സോ അവിടെ ഫെർട്ടിലിറ്റി ആണ്, കുഞ്ഞുണ്ടാവുന്നത് പോലും നാഗത്തിൽ നിന്നാണ്. ഫെർട്ടിലിറ്റി ആൻഡ് ലവ് നമ്മൾ കാണുന്നുണ്ട്. Then fertility and love are answer. In Girish Karnad plays Nagamandala, snake ഒരു സെൻട്രൽ സിമ്പിൾ ആണ്. അത് ഫെർട്ടിലിറ്റിയെ കാണിക്കുന്നുണ്ട്, ലവിനെ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷനെയും കാണിക്കുന്നുണ്ട്. മിസ്റ്റിക്കൽ അതുപോലെ തന്നെ റൊമാൻറ്റിക് ഇലമെന്റ് ഉണ്ട്. ഹ്യൂമൻ ഫോമിലോട്ട് മാറുന്നു, റാണിയോട് ലവ് കാണിക്കുന്നുണ്ട്. റാണിയാണ് പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. സ്നേക്ക് ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് മിത്തോളജിക്കൽ കോണ്ടെക്സ്റ്റസ്. ഇതില് ഒരുപാടെടുത്ത് സ്നേക്ക്, ഫോർ എക്സാമ്പിൾ, സ്നേക്കിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. സ്നേക്കിന് മനുഷ്യനാവാനും അറ്റ് ദ സെയിം ടൈം സ്നേക്കായിട്ട് റീറ്റെയിൻ ചെയ്യാനും പറ്റും. സ്നേക്കിന് ഷേപ്പ് മാറാൻ പറ്റും. ആ ബാത്റൂമിലെ കുഞ്ഞൊരു ഹോളിൽ കൂടിയാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നത്, ഷേപ്പ് മാറാൻ പറ്റും. അതുപോലെ തന്നെ ഓഡിയൽ അനുസരിച്ചുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള നാഗം. പക്ഷെ നമുക്കതൊന്നും കേട്ടിട്ട് വിശ്വസിക്കേണ്ടെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ നാഗത്തിനെയാണ് അവിടെ കാണിക്കുന്നത്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് മിത്തോളജിയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. വേർ ഇറ്റ് ഈസ് ഓഫ്റ്റൻ അസോസിയേറ്റഡ് വിത്ത് പവർ, അതുപോലെ തന്നെ സെൻഷ്വാലിറ്റി, ഫെർട്ടിലിറ്റി. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നാഗമണ്ഡലയിലെ ആ പ്രലോഗം. കുറച്ച് പോർഷൻസ് മാത്രമാണ് നമുക്ക് എടുത്തത്. നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കാണും, നമ്മൾ കുറേ ഏരിയാസ് ഡീൽ ചെയ്യുന്നുണ്ട് ആൻഡ് കുറച്ച് എക്സ്ട്രാ. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നാഗമണ്ഡലയുടെ അഡാപ്റ്റേഷൻസ്. ഗുത്രി തിയേറ്ററിലാണ് ഇതിന്റെ ഒരു വലിയ ഫേമസ് പ്രീമിയർ അഡാപ്റ്റേഷൻ ഉണ്ട്. ആദ്യമായിട്ട് അല്ലാതെ തന്നെ പെർഫോം ചെയ്തിരുന്നു, പക്ഷെ ഒരു ഗുത്രി അഡാപ്റ്റേഷൻ, ഒരു പ്രീമിയർ അഡാപ്റ്റേഷൻ ഉണ്ട്. പിന്നെ ഫിലിംസ് ഉണ്ട്, ധാരാളം ഫിലിംസ് ഉണ്ട് നാഗമണ്ഡല വെച്ചിട്ട്
വരുന്ന ധാരാളം ഫിലിംസ് ഉണ്ട്. അതിൽ പ്രകാശ് രാജ് ആക്ച്വലി നാഗമായിട്ട് വരുന്ന ആ ഒരു നാഗമണ്ഡല എന്ന് പറയുന്നത് ഈസ് വെരി 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 വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് ശരിക്കും ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്ന, അതായത് കർണാടിനും അപ്പുറത്തേക്ക് പോയ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഫിലിം അഡാപ്റ്റേഷൻ ആണ്. അതിൻ്റെ അകത്ത് മ്യൂസിക്കൽ സ്കോർസ് ഒക്കെ ഗംഭീരമാണ്. ഒരു സ്നേക്ക് ടൈപ്പ് മ്യൂസിക് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ നമ്മളെ ശരിക്കും ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മലയാളത്തിൽ ഉൾപ്പെടെ നാഗമണ്ഡലയുടെ തിയേറ്ററിക്കൽ അഡാപ്റ്റേഷൻ. തിയേറ്റർ എന്ന് പ്രോപ്പർ പറയാൻ പറ്റത്തില്ല, മേതിൽ ദേവിക ആൻഡ് മുകേഷിന്റെ ഒരു അഡാപ്റ്റേഷൻ ഒക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ഇലമെന്റ്സ് നമ്മൾ ക്ലാസ്സുകളിൽ കമ്പൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ ഡീറ്റെയിൽ, അതായത് വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ സമ്മറി വെച്ച് നിർത്താം. അതല്ല, കുറച്ച് എക്സ്ട്രാ ആ ഒരു ലിറ്ററേച്ചറെ ഫീൽ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സ്കോപ്പും വെച്ച് തരുന്ന ഒരു HSI ഇംഗ്ലീഷ് കോഴ്സ് ആണ് നമ്മൾ നിലവിൽ എൻട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് അടുത്തൊരു വർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് വരാം. സോ പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഡ്രീം ജോലിയിലേക്ക് നടന്നെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആവട്ടെ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്